പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിവിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ ഞങ്ങളുടെ വന്ദനം അറിയിക്കുന്നു. ഇന്ന് എന്നോടൊപ്പം എൻ്റെ ഒരു സ്നേഹിതൻ പാസ്റ്റർ ചാർലി പോൾ, തൃശ്ശൂരുകാരനാണ്. ഇപ്പോൾ മൂവാറ്റുപുഴയ്ക്ക് അടുത്ത് താമസിച്ച് കർത്താവിന്റെ വേല ചെയ്യുന്നു. ഒരു എക്സ് മിലിറ്ററി ആണ്. ഓൺലൈനിലുള്ള അനേക പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം കർത്താവിന്റെ വാദനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഞങ്ങളുടെ ചർച്ച നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയെ സംബന്ധിപ്പാൻ തൊക്കണം അദ്ദേഹത്തെ ക്ഷണിപ്പാനിടയായി തീർന്നു. അങ്ങനെ കടന്നു വന്നു. എന്നോടൊപ്പം ഇന്ന് ഈ പ്ലാറ്റ്ഫോമിലുണ്ട്. തുടർന്നുള്ളതായ സമയം കർത്താവിന്റെ ഒരു പ്രദാസൻ തന്റെ അനുഭവ സാക്ഷ്യതും ദൈവം വരുന്നു നമ്മോട് സംസാരിക്കുക. അതിനായി ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വേഗം വരുന്ന ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എക്സോഡസ് മീഡിയയിലെ പ്രവർത്തകർക്കും എല്ലാ ദാസന്മാർക്കും വേഗം വരുന്ന ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അർപ്പിക്കുന്നു. നിങ്ങളുടെ മധ്യേ കർത്താവിൻ്റെ വചനവുമായി കർത്താവിൻ്റെ സാക്ഷിയുമായി നിൽക്കുവാൻ സ്വർഗം നൽകിയ വലിയ ഭാഗ്യവതിക്കായി നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് ചാർലി പോൾ എന്ന് പാസ്റ്റർ പറഞ്ഞതുപോലെ ചാർലി പോൾ എന്നാണ്. സ്വന്തം നാട് തൃശ്ശൂരിനടുത്ത് മണ്ണുത്തിക്ക് അടുത്താണ്. ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളരുവാൻ സ്വർഗം വഴിയൊരുക്കി. ദൈവമില്ലാതെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ യുവജന സംഘടനകളിലും അതുപോലെ പാർട്ടി പ്രവർത്തനങ്ങളിലും ഒക്കെ നടന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. 1953 SSLC പരീക്ഷ പാസ്സാവുകയും അതിനുശേഷം മറ്റു വിവിധ ജോലികൾ കാര്യങ്ങൾ ചെയ്യുന്നതിന് ശേഷം 1988 ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യുവാൻ സ്വർഗം വഴിയൊരുക്കി. 93 ഒരു അവധിക്ക് വന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്തുമായി പോട്ട മുരിങ്ങൂര് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ കടന്നു പോവുകയും അവിടെ വെച്ച് 1993 മാർച്ച് 3-ാം തീയതി എൻ്റെ 25-ാമത്തെ വയസ്സിൽ എന്താണ് രക്ഷിക്കപ്പെടുന്നത് എന്ന് അറിയാതിരുന്ന ആ കാലഘട്ടത്തിൽ യേശു ക്രിസ്തു എൻ്റെ ഹൃദയത്തിനകത്ത് കടന്നു വരുവാൻ ഇട നൽകി. കർത്താവിനെ 1994 നവംബർ 13-ാം തീയതി ജലത്തിൽ സാക്ഷീകരിക്കുവാൻ സ്വർഗം വഴിയൊരുക്കി. 1995 മാർച്ച് 4-ാം തീയതി ഇന്ത്യൻ ആർമിയുടെ പട്ടാള ബാരക്കിൽ വെച്ച് കൃപയാൽ പരിശുദ്ധാത്മാവ് അന്യഭാഷ അടയാളത്തോടുകൂടെ കൃപയാൽ പരിശുദ്ധാത്മാവിൽ നിറയുവാൻ സ്വർഗം വഴിയൊരുക്കി. അതിനുശേഷം 1995 ശേഷം വിവിധയിടങ്ങളിൽ സർവീസിലുണ്ടായിരുന്ന സമയത്ത് കർത്താവിന്റെ വേലയിൽ പലയിടത്തും പോവുകയും കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ സ്വർഗം വഴിയൊരുക്കി. ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ വേല ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിന്റെ പേരിൽ സർവീസ് ഒത്തിരി ബാക്കിയുണ്ടായിരുന്നെങ്കിലും 2005 ഫെബ്രുവരി മാസം സർവീസിൽ നിന്ന് വളരെ റിട്ടയർമെന്റ് എടുത്ത് കടന്നു വന്നു. സുവിശേഷ വേലയിലായിരിക്കുന്നു. ദൈവവചനം സംസാരിക്കുന്നതോടൊപ്പം തന്നെ മറ്റു ദൈവാത്മാവ് ഹേമിക്കുന്നതിനനുസരിച്ച് സാക്ഷ്യങ്ങളും പറയുവാൻ കൃപയിൽ ആശ്രയിക്കുന്നു. ദൈവമക്കളെല്ലാവരും പ്രാർത്ഥിക്കണമേ എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. അല്പചിന്തയ്ക്കായി എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 25-26 വാക്യങ്ങൾ. എബ്രായ ലേഖനം 11-ാം അധ്യായം 25-26 വാക്യങ്ങൾ എളിയവെന്ന് വായിക്കുന്നു. പൃഥ്വിനെ നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ദ വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. വിശ്വസ്തനും വാക്കുമാറത്തിനുമായി സ്വർഗീയ പിതാവെ തന്ന വചനത്തിനായി സ്തോത്രം. വചനം അങ്ങയുടെ ആത്മാക്കൾ ഞങ്ങളുടെ ആത്മാവ് സംസാരിക്കണം. മാനുഷിക ശബ്ദമല്ല, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ തക്കോണം. ദൈവവചന വെളിപ്പാടിനെതിരെ പോരാടുന്ന എതിരുകൾ ഇപ്പോൾ യേശു നാമത്തിൽ ജയമെടുക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കും. യേശു നാമത്തിൽ ആമേൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പലപ്പോഴും ഈ വചനം നമ്മൾ കേൾക്കുകയും നമ്മൾ പ്രാർത്ഥനാ സമയത്തൊക്കെ എപ്പോഴും ഉരുവിടുന്ന ഒരു പദമാണ് ഈ വചനം. നമുക്കറിയാം, മോശയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ കാലഘട്ടത്തിൽ ഫറവോൻ ഒരു നിയമം പുറപ്പെടുവിപ്പിച്ചു. ആണുങ്ങളായി എബ്രായരിൽ ആരൊക്കെ ആണുങ്ങളായി പ്രസവിക്കുന്നുവോ അവരെ ആണുങ്ങളെ കൊന്നു കളയണമെന്ന് സുത്കർമ്മിണികളായ ശിബ്രയോടും പൂവയോടും പറഞ്ഞുവെന്ന് എക്സോഡസ് പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നു. ആ എക്സോഡസ് എന്ന് പറയുന്ന ആ പുസ്തകത്തിന്റെ പേര് തന്നെയാണ് നിങ്ങളുടെ മീഡിയയ്ക്ക് ഇന്ന് വ്യക്തമായി ദൈവത്തിനാത്മാവ് നമ്മോട് സംസാരിക്കാൻ പോകുന്നു. അതിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അവിടെ സുത്കർമ്മികളോട് പറയുന്നു, ആണുങ്ങളെ വകവരുത്തണം, ആണുങ്ങളെ കൊല്ലണം എന്ന് പറഞ്ഞ ആ നിയമം പ്രാബല്യത്തിലായിരിക്കുമ്പോൾ ശിബ്രയും പൂവയും സുത്കർമ്മിണികൾ, അതായത് വയറ്റാട്ടികൾ എന്ന് പണ്ട് കാലത്ത് പറയും. ഇന്നത്തെ തലമുറയ്ക്ക് അത് എന്താണെന്ന് അറിയില്ല. എന്നാൽ ഇന്ന് നമുക്ക് മിഡ് വൈഫെന്നോ അതൊക്കെ പ്രസവം നോക്കുന്നവരെന്നൊക്കെ നമുക്ക് അതിനെ ചിത്രീകരിക്കാം.
അങ്ങനെ അവർ യഹോവയെ ഭയപ്പെട്ടു. രാജാവിന്റെ കൽപ്പനയുണ്ട്, യഥാർത്ഥത്തിൽ ആണുങ്ങളായവരെ കൊന്നുകളയണമെന്ന്. എന്നാൽ യഹോവയെ ഭയപ്പെട്ട സുത്കർമ്മിണികളെ യഹോവയായ ദൈവം അനുഗ്രഹിക്കുവാൻ ഇടവന്നു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ദൈവത്തിന് മേലെ ദൈവത്തിന് വേണ്ടി നിലനിൽക്കുമ്പോൾ ആ തലമുറകളെ, ആ വ്യക്തി ജീവിതത്തെ, അവരുടെ കുടുംബത്തെ മാനിക്കുന്ന, അനുഗ്രഹിക്കുന്ന ഒരു സ്വർഗമുണ്ട്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ആണുങ്ങളെ കൊല്ലുന്നില്ല എന്നുള്ള പദം കേട്ടപ്പോൾ, ആ വാക്കുകൾ കേട്ടപ്പോൾ ഫറവോൻ ശുബ്രയെയും അതുപോലെ തന്നെ പൂവയെയും വിളിച്ചു. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഞാൻ നിങ്ങൾക്ക് കൽപ്പന തന്നിട്ടില്ലേ എന്ന് പറഞ്ഞപ്പോൾ അവർ പറയുന്ന ഒരു പദമുണ്ട്, എബ്രായ സ്ത്രീകൾ മിസ്രൈമ സ്ത്രീകളെ പോലെല്ലാം അവർ നല്ല തിറമുള്ളവർ, ഞങ്ങൾ വരുന്നതിന് മുമ്പേ അവർ പ്രസവിച്ചിരിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന ദൈവത്തിന് പേരിലെ പ്രസവ സംബന്ധമായ വിഷയങ്ങളിൽ ഭാരപ്പെടുന്ന ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്. എബ്രായ സ്ത്രീകൾ മിസ്രൈമ സ്ത്രീകളെ പോലെയാണ്, അവർ നല്ല തിറമുള്ളവർ. 1999 ഈ എളിയവൻ സർവീസിനോടുള്ള ബന്ധത്തിൽ ആസാമിലായിരുന്നു. ആ സമയത്ത് എന്റെ ഭാര്യ സഹോദരി ഈ എളിയവനായ അടിയനോട് പറയുവാനിടവന്നു. ഫോണിൽ ഒക്കെ അപൂർവമായി സംസാരിക്കാൻ പറ്റുള്ളൂ, ലെറ്ററിൽ പറയുവാനിടവന്നു, അച്ചായ എന്റെ ബ്ലഡ്, വൈഫിന്റെ ബ്ലഡ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ബ്ലഡ് എന്ന് എനിക്കറിയില്ല, O ഗ്രൂപ്പാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ബ്ലഡ് കിട്ടുവാൻ വളരെ പ്രയാസമാണ്, അച്ചായൻ എന്ത് ചെയ്യും, എപ്പോൾ ലഭിക്കും എന്ന്, അവധി ലഭിക്കുന്നു പറഞ്ഞു. 1999 അവധി മുഴുവൻ എനിക്ക് ലഭിക്കുവാൻ ഇടതന്നു. എനിക്ക് 2000 അവധി മാത്രമേ ലഭിക്കുകയുള്ളൂ. കൃപയാൽ ഒന്ന് പറയട്ടെ, 1999 ആഗസ്റ്റ് 18 പട്ടാള പേരക്കിൽ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചത് ഇന്ന് നമ്മുടെ വ്യക്തികളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്. എബ്രായ സ്ത്രീകൾ മിസ്രൈമ സ്ത്രീകളെ പോലല്ല, അവർ നല്ല തിറമുള്ളവർ, ഞങ്ങൾ വരുന്നതിന് മുമ്പേ അവർ പ്രസവിച്ചിരിക്കുന്നു. എന്തിനു പറയുന്നു ദൈവമക്കളെ? കോലഞ്ചേരി എന്ന് പറയുന്ന മൂവാറ്റുപുഴയ്ക്കടുത്ത് എറണാകുളത്തിനും മൂവാറ്റുപുഴ അടുത്തുള്ള കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ അത് 1999 ഡിസംബർ 24 എന്റെ ഭാര്യ സുഖകരമായ പ്രസവം രക്തം കൊടുക്കാതെ തന്നെ നിർത്തിയതിനായി എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാണ്, വാക്ക് പറഞ്ഞാൽ അവൻ മാറാത്തവനാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ദൈവത്തിന്റെ പേര് നമ്മളോട് ഏതെങ്കിലും ദൂതുകൾ, ഞാൻ തൃശ്ശൂർകാരനാണ്, അപ്പോൾ ആത്മാവിന്റെ ആ സാന്നിധ്യം വരുമ്പോൾ ഞാൻ ചിലപ്പോൾ സ്പീഡ് കൂടി പോകും, നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം, അതുകൊണ്ട് ഞാൻ വളരെ സ്ലോയിൽ പറയട്ടെ. നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദൂത് നിവൃത്തിയാക്കുവാൻ സ്വർഗം മതിയായവനാണ്. കൃപയാൽ പറയട്ടെ, 1999 ഡിസംബർ 24 എന്റെ ഭാര്യ സഹോദരി നോർമൽ ഒരു ആൺകുഞ്ഞിനെ, പൈതലിനെ നൽകുവാൻ സ്വർഗം വഴിയൊരുക്കി. ദൈവത്തിന്റെ ആത്മാവ് എന്തെങ്കിലും ആരെങ്കിലും കൊച്ചുകുട്ടി സാക്ഷ്യം പറയുമ്പോൾ ആ പറയുന്ന വചനത്തിലൂടെ ആലോചനയായി അരുളപ്പാട് അറിയിച്ചിട്ടുണ്ടെങ്കിൽ ആ ആലോചനകൾ നിവൃത്തിയാക്കുവാൻ അരുളപ്പാടിൽ വിശ്വസ്തനായ ദൈവം ഇന്നും മതിയായവനാണ്. അങ്ങനെ ജനിച്ച മോശയെ 3 മാസക്കാലത്തോളം അവർ ഭവനത്തിനകത്ത് സൂക്ഷിക്കുവാൻ നോക്കി. 3 മാസം കഴിഞ്ഞപ്പോൾ ആ നിയമം പ്രാബല്യത്തിലായിരിക്കുന്നു. ആൺകുഞ്ഞുങ്ങളെല്ലാം നൈൽ നദിയിൽ കൊന്നുകളയണമെന്ന നിയമം ഉള്ളപ്പോൾ തന്നെ 3 മാസം അവർ സൂക്ഷിച്ചു. അവർ പൈതലിന്മേൽ കണ്ടത് എന്താണെന്നോ? പൈതൽ ദിവ്യ സുന്ദരനായിരുന്നു. ഹല്ലേലൂയ! കർത്താവിന്റെ ആത്മാവുള്ള നാം ഓരോരുത്തർ ദിവ്യ സുന്ദരന്മാരാണ്. നിറത്തിന്റേതല്ല, ആത്മാവിന്റെ പുതുക്കത്താൽ നാം ദിവ്യ സുന്ദരന്മാരായിരിക്കാൻ കർത്താവിന് കൊള്ളാവുന്നവരാകിയാൽ നന്ദിയുള്ള ഹൃദയത്തോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിനുശേഷം ഒരു ഞാങ്ങണപ്പെട്ട കൊണ്ടാക്കി കീല് തേച്ച് ആ നദിയിൽ തൈടിൽ ഞാങ്ങണക്കിടയിൽ അതെ സൂക്ഷിച്ച് ആ പെട്ടകത്തെ വെക്കുന്നു. എന്നാൽ അവിടെ ഉറ്റുനോക്കുന്ന ഒരു മിരിയാമിനെ കാണാം. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഒരു പൈതൽ സ്വന്തം അനിയനായ പൈതലിനെ എന്ത് ഭവിക്കുന്നു എന്ന് നോക്കുന്ന മിരിയാം ഒറ്റയ്ക്കായിരുന്നുള്ളൂ നൈനദിയിൽ. എന്നാൽ ചെങ്കടൽ കടന്ന് ആയിരങ്ങൾ ലക്ഷങ്ങൾ അതേ മിരിയാമിനോടൊത്ത് ചെങ്കടൽ കടന്നപ്പോൾ അന്ന് ഒറ്റയ്ക്കായിരുന്ന മിരിയാം, അന്ന് 89 വയസ്സിനേക്കാൾ മേലെയുള്ള മിരിയാം തപ്പെടുത്ത് കർത്താവിനെ മഹിമപ്പെടുത്തുന്ന പോലെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ദൈവത്തിന് പേരിലെ നാം ഡിവൈസിലാണെങ്കിലും ഓൺലൈനിലാണെങ്കിലും എവിടെയായിരുന്നാലും കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതിൽ പിശുക്ക് കാണിക്കരുത്. ഒരു പട്ടാളക്കാരനായി എനിക്ക് പട്ടാളത്തിൽ ആർമിയിലായിരുന്നപ്പോൾ, സർവീസിലായിരുന്നപ്പോൾ ആ പട്ടാള പേർക്കിൽ വെച്ച് പരിശുദ്ധാത്മാവ് പ്രാപിച്ചെങ്കിൽ ഈ ഡിവൈസിൽ പരിശുദ്ധാത്മാവ് തരുവാൻ എന്റെ കർത്താവ് മതിയായവനാണ്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സാക്ഷ്യങ്ങൾ പറയുകയാണെങ്കിൽ ഒത്തിരിയുണ്ട്, ആയിരങ്ങൾ
പരിശുദ്ധാത്മ പ്രാപിക്കുന്നത് കാണുവാൻ ഈ എളിയ ഇവനെ കർത്താവ് കൃപ നൽകിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ഞാണപ്പെട്ടത്തിൽ സൂക്ഷിക്കുന്ന ആ മോശ കുഞ്ഞിനെ ആരാണോ കൽപ്പന കൊടുത്തത്, ഫറവോൻ കൽപ്പന കൊടുത്തു. ഫറവോന്റെ മകൾക്ക് ആ ഭവനത്തിനകത്ത് രാജകൊട്ടാരത്തിൽ കുളിക്കാൻ അതെ ബാത്റൂമോ അല്ലെങ്കിൽ സ്വിമ്മിങ്ങോ ഒന്നും ഇല്ലാഞ്ഞിട്ടാണോ അന്ന് ദൈവത്തിന്റെ ആത്മാവ് നൈൽ നദിയിലേക്ക് കടന്നു വന്നു? ദൈവത്തിന്റെ വചനം പറയുന്നു, സദൃശ്യവാക്യം 21:1, രാജാവിന്റെ ഹൃദയം യഹോവയുടെ നീർത്തോട് കിടക്കിയിരിക്കുന്നു, തനിക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെയും തിരിപ്പിക്കുന്നു. അന്ന് തിരിപ്പിച്ചത് യഹോവയുടെ കരമാണ്. ഉടവല കടര കടാതലാതല മൗടകനസി. ദൈവമേലെ ആരോടൊക്കെ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. വേദനപ്പെട്ട് ദുഃഖത്തിലും പ്രയാസത്തിലായിരിക്കുന്ന താങ്കളോടാണ് ദൈവത്തിന്റെ ആത്മാവിന് പറയുവാനുള്ളത്. കാരണം അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവർ നിലവിളിച്ചു, സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിച്ചു. ഹല്ലേലൂയ. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, എന്നാൽ അവയിൽ നിന്നൊക്കെയും യഹോവ വിടുവിക്കുന്നു. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഫറവോന്റെ പുത്രിയായ ഫറവോന്റെ പുത്രി ഈ ഞാങ്ങണപ്പെട്ടകം കണ്ടപ്പോൾ പറഞ്ഞൊരു പദം എന്താണെന്നോ? ഇത് എബ്രായ ബാലൻ. നിയമമായിരിക്കുന്ന എബ്രായ ബാലന്മാർ ആൺകുട്ടികളെല്ലാം കൊന്നുകളയണമെന്ന്. എന്നാൽ തെറ്റുപറ്റിയിട്ട് വളർത്തിയതല്ല, യഹോവയുടെ ഹിതമാണ്. ഹല്ലേലൂയ. നാം ഒക്കെ വിശ്വാസത്തിലേക്ക് വന്നത് എങ്ങനെയൊക്കെ പല രോഗങ്ങളോ പ്രയാസങ്ങളോ ആരൊക്കെയോ ക്ഷണിച്ചിട്ടോ വിളിച്ചിട്ടോ ഒക്കെ ആയിരിക്കാം. എന്നാൽ തെറ്റ് പറ്റിയതല്ല, നമ്മെ കർത്താവ് കൂട്ടിക്കൊണ്ടുവനായാൽ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്തിനു പറയുന്നു? ആ ഭാഗത്തെ എനിക്ക് വിവരിക്കാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. ആരാണ് നിയമം പുറപ്പെടുപ്പിച്ചത്? ആ നിയമകർത്താവിന്റെ ഭവനത്തിനകത്ത് എന്നല്ല, രാജകൊട്ടാരത്തിനകത്ത് ആ ദേശത്ത് നിന്ന് വിടുവിക്കുവാൻ ദൈവം അതേ ആലോചന മുന്നമേ തീരുമാനിച്ച വ്യക്തിയായ മോശ കുഞ്ഞ് അവിടെ വളരുന്നു. എന്തിന്? ആ സ്വന്തം അമ്മയ്ക്ക് പാലൂട്ടുന്നതിന്, മുലപ്പാലൂട്ടുന്നതിന് ശമ്പളവും പറ്റുന്നത് എവിടെയെങ്കിലും നാം കേട്ടിട്ടുണ്ടോ? എന്നാൽ കർത്താവ് ചിന്തിച്ചാൽ, കർത്താവ് കരുതുന്നത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ഒരു മനുഷ്യന്റെ മനസ്സിലോ ഹൃദയത്തിലോ ചിന്തകളിലോ കേൾക്കാത്തവണ്ണം അഹോചരമായാൽ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ പുറപ്പാട് അപ്പോസ്തല പ്രവൃത്തികൾ 7:22 പറയുന്നു, മോശ മിസ്രൈമിലെ വാക്കിലും പ്രവൃത്തിയിലും സാമർത്ഥ്യമുള്ളവനായിരുന്നു. ഹല്ലേലൂയ. നമ്മെ സാമർത്ഥ്യമുള്ളവനാക്കാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ദൈവത്തിലെ ആ പരിശുദ്ധാത്മാവ് വളർത്തിക്കൊണ്ടുവന്ന് 40-ാമത്തെ വയസ്സിൽ അവൻ സ്വന്തം വിവേകത്തിലൂന്നി, സ്വന്തം കായിക ബലത്തിലൂന്നി അവൻ ഈ ജനതയെ വിടുവിക്കാൻ ശ്രമിക്കുമ്പോൾ അത് പരാജയമായി. നമ്മുടെ സ്വന്തമായ കഴിവുകളിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പരാജയപ്പെടുമ്പോൾ അവങ്കിലേക്ക് നോക്കിയാൽ, കർത്താവ് പറയുന്ന വാക്കുകൾ നോക്കിയാൽ, കർത്താവ് അതിന്മേൽ പരിഹാരം തരുവാൻ മതിയായനാകിയാൽ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രിക്കുന്നു. ആ ഫറവോന്റെ മകൻ എന്ന് പറയുന്ന അതെല്ലാം വിട്ട് ക്രിസ്തുവിന്റെ നിന്ദ ചുമക്കുവാൻ, അത് വലിയ ധനമെന്നുവാൻ സ്വർഗം അതേ മോശയ്ക്ക് കൃപ നൽകി. അപ്പോൾ നമുക്കൊന്ന് ചിന്തിക്കാം, മോശ യേശു കർത്താവിനെ കണ്ടിട്ടുണ്ടോ എന്ന്. ഹല്ലേലൂയ. കണ്ടിട്ടില്ലെങ്കിൽ തന്നെയും അവൻ അനുഭവിച്ച നിന്ദയെ കർത്താവ് അതിശക്തമായി പ്രയോജനപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിന് 1 മുതൽ വാക്യങ്ങളിൽ നമ്മൾ അവിടെ കാണുന്നു, മറുരൂപമലയിൽ യേശു കർത്താവിനോടുകൂടെ പത്രോസുണ്ട്, യാക്കോബുണ്ട്, യോഹന്നാനുണ്ട്. അവർ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ? ഏലിയാവും മോശയും യേശുവിനോട് സംസാരിക്കുന്നു. ഹല്ലേലൂയ. നിന്ദ ചുമന്നാൽ ഫറവോന്റെ പുത്രിയുടെ മകൻ എന്നുള്ള ആ ഗുണനിലവാരങ്ങൾ എല്ലാം ഉപേക്ഷിച്ചവനെ സ്വർഗം മറന്നില്ല. കേട്ടോ, ഒരു ടാക്ട് കൊടുത്താൽ, കർത്താവിന് വേണ്ടി ഒരു നന്ദിയുള്ള ഹൃദയത്തോട് സാക്ഷ്യം പറഞ്ഞാൽ മറക്കാത്തൊരു സ്വർഗമുണ്ട്. താങ്കളെ കുറിച്ചാണ് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പറയുവാനുള്ളത്. ഞാൻ ഈ കണ്ടതെല്ലാം ചെയ്തിട്ടും പ്രവർത്തിച്ചിട്ടും എന്റെ ഭവനത്തിനകത്ത് ഒരു വിടുതലില്ലോ എന്ന് നിലവിളിക്കുന്ന ദൈവവതിലെ, താങ്കൾ അനുഭവിക്കുന്ന ഈ കഷ്ടതയുടെ തീച്ചുള എന്തിനാണെന്നോ അതേ അനുഭവത്തിൽ വരുന്ന ആളുകൾ താങ്കളുടെ അടുക്കൽ വന്ന് താങ്കളിലൂടെ വിടുതൽ
വിടുതൽ പ്രാപിക്കേണ്ടതിനാകയാൽ നന്ദിയുള്ള ഹൃദയത്തോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവാത്മാവ് ചിലരൊക്കെ പറയുന്ന വചനമുണ്ട്. യോവേൽ പ്രവാചകൻ പറയാണ്, നഷ്ടപ്പെട്ട സംവത്സരങ്ങളെ തിരികെ തരും. എന്റെ മുടി വെളുക്കുന്നത് കണ്ടിട്ട് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, കർത്താവ് നീ പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ എവിടെയാണെന്ന്. പട്ടാളക്കാരനായി എനിക്ക് മിലിറ്ററി ക്യാൻറ്റീനിൽ നിന്ന് വില കുറച്ച് കറുത്ത പെയിന്റ് അടിക്കാൻ ലഭിക്കും, എന്നാൽ വാഗ്ദാനങ്ങൾ ശേഷിച്ചിരിക്കുന്നു. വാഗ്ദാനങ്ങൾ ശേഷിച്ചുവെങ്കിൽ താങ്കൾക്ക് എന്ത് ഭവിച്ചാലും ആ വാഗ്ദാനങ്ങൾ നിവൃത്തിയാക്കുവാൻ കർത്താവ് മതിയായവനാണ്. ഇവിടെ ആ മോശ ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ചപ്പോൾ സ്വർഗം അവനെ യേശുവുമായിട്ട് സംഭാഷിക്കുവാൻ മറുരൂപമലയിൽ അവസരം കൊടുത്തുവെങ്കിൽ നമ്മൾ എന്തെല്ലാം ചെറുതോ വലുതോ എന്തെല്ലാം ചെയ്താലും നമ്മെ കാണുന്ന, നമ്മെ ഓർക്കുന്ന ഒരു സ്വർഗമുണ്ട്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, നീ ഭാരപ്പെടാതിരിക്കുക. നിന്റെ ദുഃഖങ്ങൾ വലിയതാണല്ലോ, ആർക്കുമില്ലാത്ത കഷ്ടതയാണല്ലോ എന്റെ ജീവിതത്തിൽ. കർത്താവിനെ കണ്ടതിന് ശേഷമാണല്ലോ ഈ കഷ്ടതയൊക്കെ തുടങ്ങിയത്. ഈ കഷ്ടത ഇതിനു മുമ്പൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് നിലവിളിക്കുന്ന ദൈവത്തിലെ സാമ്പത്തികമായ പ്രയാസത്താൽ ക്രൈസിസിലൂടെ കടന്നു പോകുന്ന വ്യക്തിയുമേ, ഇനി എന്ന് വിടുതലെന്ന് താങ്കൾ ചോദിക്കുമെങ്കിൽ താങ്കൾക്ക് വേണ്ടി ഒരു കൊയ്ത്തും വെച്ചിട്ടുണ്ട്. അന്ന് യാക്കോബിന് യഹൂദയ്ക്കും ഒരു കൊയ്ത്തും വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതുപോലെ 14 സങ്കീർത്തനത്തിൽ പറയുന്ന പ്രകാരം താങ്കൾക്ക് വേണ്ടിയുള്ള കൊയ്ത്ത് അവിടുന്ന് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ഞാൻ സാമ്പത്തികമായ നന്മയെ കുറിച്ചുള്ള പ്രോസ്പെരിറ്റി പറയാൻ വേണ്ടിയല്ല വന്നത്. എന്നാൽ ഒരു യാഥാർത്ഥ്യം പറയട്ടെ, ആത്മീയമായി നീ മുന്നോട്ട് പോകുമ്പോൾ, മുമ്പേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ മറ്റുള്ളതെല്ലാം തരുവാൻ മഹിമയുള്ള ഒരു ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ അവിടെ നാം കാണുന്ന കാര്യം, എവിടെ നിന്നോ കൽപ്പന കൊടുത്തുവോ അവിടെ തന്നെ മോശ വളരുന്നു. മോശ അമ്പയ്ക്ക് ശമ്പളം ലഭിക്കുന്നു. ദൈവവചനത്തിൽ ആകർഷനായി ദൈവത്തിന്റെ ആ ശബ്ദം കേൾക്കുവാൻ വെമ്പൽ കൊണ്ട മോശ 40 വർഷം കഴിവും പ്രാപ്തിയുമുള്ള സമയത്ത് സ്വന്തം ജനതയെ കാണാൻ വരുമ്പോൾ അവിടെ കാണുന്നത് ഒരു മിസ്രൈമൻ യഹൂദനുമായി തല്ലുകൂടുന്നത് കണ്ടപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഒരു യഹൂദനെ തല്ലുന്ന ആ വ്യക്തിയെ, മിസ്രൈമനെ അടിച്ചു കൊന്ന് മണലിൽ കുഴിച്ചിടണമെങ്കിൽ ഒരാളുടെ കഴിവും പ്രാപ്തി നോക്കണം കേട്ടോ. ആ മോശയെ ദൈവത്തിന്റെ വചനം പറയുന്നത് എന്താണെന്നോ, എക്സോഡസ് നമ്പേഴ്സ് സംഖ്യാപുസ്തകം 12 അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങൾ നോക്കുമ്പോൾ മോശ എന്ന പുരുഷനോ ഭൂലോകത്തിൽ അതിസൗമ്യൻ. എങ്ങനെയാണ് സൗമ്യത വന്നത്? ഹല്ലേലൂയ! ആ 40 വർഷക്കാലത്തോളം യിത്രോവിന്റെ ആടുകളെ മേച്ചുകൊണ്ട് അവനെ പണിയുകയായിരുന്നു. ഞാൻ മുമ്പേ പറഞ്ഞു, അപ്പോസ്തലപ്രവൃത്തികൾ 7:22 പറയുന്നു, വാക്യം പ്രവർത്തിക്കുന്ന സാമർത്ഥ്യമുള്ളവൻ. എന്നാൽ 4:10 പുറപ്പാട് പുസ്തകം 4:10 പറയുന്നത്, ഞാൻ വീക്കന് തടിച്ച നാവുമുള്ളവനാണ്, എനിക്ക് പകരം വേറെ ആളെ അയക്കണമേ എന്ന് പറയുന്ന ഒരു മോശയെ കാണാം. എന്താണ് മോശയെ? അവിടെ വാക്കിനും പ്രവർത്തിനും സാമർത്ഥ്യമുള്ളവൻ എന്ന് 40-ാം വയസ്സ് വരെ താങ്കളെ പറഞ്ഞ താങ്കൾ ഇപ്പോൾ 80-ാമത്തെ വയസ്സിൽ പറയുന്നു, ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനാണെന്ന്. എന്താണെന്നോ, എന്റെ ജീവിതാനുഭവത്തിൽ ഒരു കാര്യമുണ്ടാകും, ഞാൻ പിന്നെ പറയാം. അത് വ്യക്തമായി പറയട്ടെ, പരിശുദ്ധാത്മാവ് പ്രാപിച്ചു, ഹല്ലേലൂയ പ്രൈസ് ലോർഡ് ഒക്കെ പറഞ്ഞ് നന്നായി കത്തി നിന്ന താങ്കൾ ഇപ്പോൾ മൗനവാസം വെച്ച് ആത്മാവിൽ ആരാധിക്കാതെ പ്രവർത്തിക്കാതെ സ്വന്തം ഹിതത്തിനനുസരിച്ച് നടക്കുമ്പോൾ താങ്കൾക്ക് എല്ലാം നഷ്ടപ്പെട്ടതുപോലെ മോശയ്ക്ക് എല്ലാം കഴിവും നഷ്ടപ്പെട്ടു. 40 വർഷത്തോളം ആടുകളെ മേച്ചുകൊണ്ടിരുന്ന സമയത്ത് പറയുന്ന ഒരു പദമുണ്ട്, ഇതേ ശബ്ദം മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ എങ്ങനെ ഹല്ലേലൂയ പ്രൈസ് ലോർഡ് വരും? പിന്നെ എങ്ങനെ തടിച്ച നാവ് വരാതിരിക്കും? പരിശുദ്ധാത്മാവ് പ്രാപിച്ച വ്യക്തി ജീവിതമല്ലേ. എന്നിട്ടും ആത്മാവിൽ ആരാധിക്കാതെ ഹല്ലേലൂയ പോലും പറയാത്ത ദൈവദാസിനെ താങ്കളോട് തന്നെയാണ് ആത്മാവിന്റെ ഈ ആലോചന. ഒരു കാര്യം പറയട്ടെ, ഒരിക്കൽ ഞാനും എന്റെ ഭാര്യയുമായി ബൈക്കിൽ വരികയായിരുന്നു. കോളേജ് പ്രദേശത്തേക്ക് കടന്നു വരുന്ന സമയത്ത് ബൈക്കിൽ വരുമ്പോൾ ഒരു വലിയ ട്രാൻസ്പോർട്ട് നാഷണൽ പെർമിറ്റ് ലോറി കണ്ടു. ആ ലോറി പെട്ടെന്ന് പിൻഭാഗം തിരിക്കുന്ന സമയത്ത് ഞാനും എന്റെ വൈഫും അവിടുന്ന് ബൈക്കിൽ നിന്നു. കണ്ടക്ടർ എന്നോട് പറഞ്ഞു പുറപ്പെടാൻ പറഞ്ഞു, കൈകൊണ്ട് കാണിച്ചു. അപ്പൊ ഞാൻ പുറപ്പെടുന്ന സമയത്ത് ഈ ഡ്രൈവർ പെട്ടെന്ന് വണ്ടി പുറകോട്ട് എടുത്തു. അപ്പോൾ തന്നെ മലയാളിയായ ഈ എളിയവൻ മലയാളത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നതിന് പകരം എന്റെ നാവിൽ നിന്ന് വന്നത് ക്യാ കർ രഹാ ഹൈ. 16 വർഷം മാത്രം ഇന്ത്യൻ ആർമിയിൽ സർവീസ് ചെയ്ത ഞാൻ, 16 വർഷം മാത്രം വടക്കേന്ത്യയിലുണ്ടായിരുന്ന ഞാൻ, എന്റെ നാവിൽ നിന്ന് വന്ന പദമാണ് ക്യാ കർ രഹാ ഹൈ, എന്ത് ചെയ്യുന്നു എന്ന്. ഇത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. ഹല്ലേലൂയ പ്രൈസ് ലോർഡൊക്കെ പോയി, ആരാധനയും പോയി, എല്ലാം പോയി, തടിച്ച നാവുള്ളവനായി മോശ പറയാണ്,
ഞാൻ തടിച്ച നാവുള്ളവൻ. ഹല്ലേലൂയ. അതേ 3:11 വാക്യത്തിലും പറയുന്നുണ്ട്. മോശ പറയുകയാണ്, മോശ ദൈവത്തോട് ഫറവോന്റെ അടുക്കൽ, പുറപ്പാട് പുസ്തകം 3:11, മോശ ദൈവത്തോട് ഫറവോന്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിപ്പാനും ഞാൻ എന്ത് മാത്രമുള്ളൂ എന്ന് യഹോവയായ ദൈവത്തോട് പറയുന്ന ഒരു മോശയെ കാണാൻ പറ്റും. മോശേ, ഇതാണ് നിന്റെ യോഗ്യത. നിന്റെ ഇല്ലായ്മയെ, നിന്റെ കുറവിനെ കാണുന്ന ഒരു ഹൃദയമുണ്ടല്ലോ, ആ ഹൃദയമാണ് ദൈവത്തിലെ നിന്നോടും കർത്താവിനോടുള്ള നിരപ്പിപ്പിക്കാനുള്ള അതിന്റെ കാരണം. അങ്ങനെ കഴിവില്ല എന്ന് പറഞ്ഞവനെ 30 ലക്ഷത്തോളം ജനതയെ ഭരിച്ച് കൊണ്ടുവരുവാൻ യഹോവയായ ദൈവം അവന് വഴിയൊരുക്കി. എന്തിനു പറയുന്നു? മിസ്രയീമയുടെ ആ ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കുന്നത് നിരസിച്ചത് കൊണ്ട് ഫറവോനെ ദൈവമാക്കുവാൻ യഹോവയായ ദൈവം മോശയെ എടുത്തുപയോഗിച്ചു. ഞാൻ പറയുവാനുള്ള മറുരൂപമലയിൽ യേശുവിനോടൊത്ത് സംഭാഷിക്കുവാൻ മോശയെ ഉപയോഗിച്ചു. എന്തിനു പറയുന്നു? 30 ലക്ഷം ജനതയെ നടത്തിക്കൊണ്ടുപോകാൻ മോശയെ ഉപയോഗിച്ചു. ഫറവോനെ ദൈവമാക്കുവാൻ മോശയെ ഉപയോഗിച്ചു. അതിനുശേഷം യഹോവയായ ദൈവം മോശയെ വിളിച്ചു, നെബോ പർവ്വതത്തിലേക്ക് കടന്നു കൊണ്ടുവന്നു. അവിടെ ഉള്ളതെല്ലാം കാണിച്ചു കൊടുത്തു. ഇതാണ് നിങ്ങൾക്ക് അവകാശപ്പെട്ട കാനാൻ ദേശം, എന്നാൽ നീ അവിടെ കടക്കുകയില്ല എന്ന് പറഞ്ഞു. കർത്താവ് തന്നെ മോവാബ് മരുഭൂമിയിൽ ദേശത്ത് വെച്ച് യഹോവയെ അടക്കം ചെയ്തു. നല്ലൊരു അടക്ക ശുശ്രൂഷ കിട്ടി യഹോവയാല. ഇവിടെ കുരിശും അതുപോലെ തന്നെ പാട്ടുകുർബാനയുമായി കിട്ടുന്ന അടക്ക ശുശ്രൂഷയല്ല അവിടെ ലഭിച്ചത്. അവിടെ യഹോവ തന്നെ അടക്കം ചെയ്തുവെങ്കിൽ, യഹോവ അവനെ മാനിച്ചുവെങ്കിൽ, എന്തിനൊരു മമ്മിയായി ജീവിതം നഷ്ടപ്പെടുത്തേണ്ട, അടുത്തൊരു ഫറവോനായി ജീവിതം നഷ്ടപ്പെടുത്തേണ്ട മോശയെ യഹോവ ആദരിച്ചുവെങ്കിൽ, ദൈവത്തിലെ ഈ പുസ്തകം എടുത്ത് നടന്ന താങ്കളെയും എന്നെയും കർത്താവ് അനുഗ്രഹിച്ചില്ലെങ്കിൽ പിന്നെ ആരെയാണ് അനുഗ്രഹിക്കുക? ഓ, കർത്താവ് താങ്കളോട് തന്നെയാണ് പറയുന്നത്. നിരാശപ്പെട്ട് ഇന്നത്തെ ഈ ഡിവൈസ് കണ്ടതിന് ശേഷം ചില തീരുമാനങ്ങൾ എടുക്കാമെന്ന് ഭാഗ്യപ്പെടുന്ന വ്യക്തിയായ താങ്കളോട് തന്നെയാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്. താങ്കളെ കുറിച്ച് കർത്താവിനൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ഈ മോശയെ കർത്താവ് മാനിക്കുവാൻ ഇടവന്നു. എന്തിനു പറയുന്നു? നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ വെളിപ്പാട് പുസ്തകത്തിൽ 2 സാക്ഷികൾ എന്ന് പറയുന്നതിൽ വേദപണ്ഡിതന്മാരെല്ലാവരും പറയുന്നത് ഏലിയാവും മോശയുമാണ് ആ സാക്ഷികൾ എന്നാണ്. അങ്ങനെയെങ്കിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന, താങ്കളെ മറന്നു കളയുന്ന ഒരു ദൈവമല്ല. ഇന്ത്യൻ ആർമിയിൽ പട്ടാള ബാരക്കിൽ വെച്ച് പരിശുദ്ധാത്മാ പ്രാപിക്കുവാൻ സ്വർഗം വഴിയൊരുക്കി. ഒരിക്കൽ എൻ്റെ കൂട്ടുകാരനായ ജബൽപൂരിൽ ഞാനായിരുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരനായ സാജു എന്ന് പറയുന്ന, ഇപ്പം അദ്ദേഹം ഗൾഫിലാണ്, അദ്ദേഹം ഈ ഡിവൈസിൽ കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഈ സാക്ഷ്യങ്ങൾ അല്ലെങ്കിൽ വചനം പിന്നെ വല്ലപ്പോഴും ആരെങ്കിലും കേൾക്കുകയാണെങ്കിൽ അദ്ദേഹം കേൾക്കട്ടെ. സാജു എന്ന് പറയുന്ന അദ്ദേഹം എന്നോട് പറഞ്ഞു, ചാർലി ബ്രദറെ 1996 കാലഘട്ടത്തിലാണ് എന്നോട് പറഞ്ഞു, ചാർലി ബ്രദറെ ഒരു പട്ടാളക്കാരൻ്റെ അടുത്തേക്ക് പോകണം എന്ന് പറയുവാനോട് വന്നു. അപ്പോൾ ഞാൻ പട്ടാള ഡ്രസ്സിലാണ് ഞാൻ എല്ലായിടത്തേക്കും പോകും. പട്ടാള ഡ്രസ്സിൻ്റെ 2 പോക്കറ്റുകളുണ്ട്. ഇന്നത്തെ ഈ യങ് മുടിയൊക്കെ നീട്ടി വളർത്തിയുള്ള ചെറുപ്പക്കാർ പിള്ളേരെ പട്ടാളത്തിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് സ്റ്റൈലായിട്ട് നടക്കുന്നത് ഞങ്ങൾ അവിടെ ഉപയോഗിച്ചിരുന്ന ആ പട്ടാളത്തിൻ്റെ ഡ്രസ്സാണ്. അതിൻ്റെ 2 സൈഡിലും വലിയ പോക്കറ്റ് ഉണ്ട്. വർക്ക്ഷോപ്പിലെ ആൾക്കാരൊക്കെ ചെയ്യുന്ന പോലത്തെ വലിയ പോക്കറ്റ് ഉണ്ട്. ആ പോക്കറ്റിൽ നിറച്ച് ട്രാക്ട് കൊടുക്കും. അങ്ങനെ ട്രാക്ട് കൊടുത്ത് ഇട്ട് പോകുന്ന ഒരു വ്യക്തി ജീവിതമായിരുന്നു. ഒരു വേട്ട നായിയെ പോലെ കർത്താവിനെ അറിഞ്ഞപ്പോൾ എല്ലാവരോടും ചൂഷണം പറയാനുള്ള വ്യഗ്രതയിൽ ഓടിപ്പോകുന്ന ഒരു വ്യക്തി ജീവിതമായിരുന്നു ഈ എളിയവൻ. അങ്ങനെ പോകുന്ന ഈ എളിയവൻ ആ സാജു എന്ന് പറയുന്ന സഹോദരന്റെ അടുക്കൽ പോയി അദ്ദേഹത്തിന്റെ ഭവനത്തിൽ എൻ്റെ സൈക്കിൾ വെച്ചു. അദ്ദേഹത്തിന്റെ ബൈക്കുമായി ഒരു പട്ടാളക്കാരൻ്റെ അടുത്തേക്ക് കടന്നു വന്നു. ഈ വലിയ ഡിവൈസിൽ അങ്ങനെ പേര് പറയുന്നത് ഉചിതമല്ലാതെയാൽ ആ വ്യക്തിയുടെ പേര് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല, സോറി ക്ഷമിക്കണം. ഈ സാജു എന്ന് പറയുന്ന വ്യക്തിയുമായി ആ പട്ടാളക്കാരൻ്റെ അടുത്ത് പോയി. പട്ടാളക്കാരൻ്റെ അടുത്ത് പോയപ്പോൾ ആ പട്ടാളക്കാരൻ ഇങ്ങനെ കമന്ന് കിടക്കുക. അപ്പോൾ എന്താ സഹോദരൻ ചോദിച്ചു പറഞ്ഞത്, ചെറിയൊരു നടുവേന എന്ന് പറയാനോട് വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. 1996 ഞങ്ങൾ പോകുന്നത്. അയാളുടെ ഭാര്യ ഒരു കന്യാസ്ത്രീയായിരുന്നു. റോമൻ കത്തോലിക്ക സഭയിലുള്ള കന്യാസ്ത്രീയായിരുന്നു. കന്യാസ്ത്രീയെ ബ്രെയിൻ വാഷ് ചെയ്ത് വിവാഹം കഴിച്ച വ്യക്തിയാണ്. നല്ല ഗ്ലാമറുള്ള ഒരു പട്ടാളക്കാരനാണ്. അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യനും പേരുകളെല്ലാം എനിക്കറിയാം. ഞാൻ മനഃപൂർവ്വം ഞാൻ പറയുന്നില്ല, ക്ഷമിക്കണം. അദ്ദേഹത്തിന് 5 മക്കളിൽ 2 പേര് മരിച്ചു. 3 മക്കൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഇരുന്നു. അപ്പോൾ എന്നോട് പരിചയപ്പെടുത്തി, ഈ സാജി ബ്രദറെ പരിചയപ്പെടുത്തി. ഇത് ഞങ്ങളുടെ സഭയിൽ വരുന്ന ചാർലി ബ്രദറാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു കാര്യം ചോദിച്ചു. ഒരേ ഒരു ചോദ്യം ഞാൻ ചോദിക്കും, അതിന് ഉത്തരം പറയുകയാണെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിരിക്കുന്നുള്ളൂ. ഇന്ന ദേവദാസന്മാർ പേര് പറഞ്ഞു, 1-2 പേരോടൊക്കെ പേര് പറഞ്ഞു. അവരോടൊക്കെ ചോദിച്ചിട്ട് ഒരു ഉത്തരം ലഭിച്ചില്ല. എന്നാൽ രക്ഷിക്കപ്പെടുക എന്നുള്ളത് പെന്തക്കോസ്തുകാരുടെ കുത്തകയാണോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോൾ കൃപയാലെ ഞാൻ പറഞ്ഞു അല്ല എന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, മുരിങ്ങൂര് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ചാണ് ഞാൻ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചത്. അപ്പോൾ
മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രം എന്ന് പറയുന്നത് കത്തോലിക്കരെയാണെങ്കിൽ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് പെന്തക്കോസ്തുകാരെ കുത്തകയല്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് ബാത്റൂമിൽ പോയി. ആ സമയത്ത് അവിടെ ആ കന്യാസ്ത്രീ ആയിരുന്ന ആ വ്യക്തി മറവിൽ നിന്ന്, കഥകിന്റെ മറവിൽ നിന്ന് ആ കട്ടലയോട് ചാരി നിന്ന് മാത്രം കേട്ടിരുന്ന ആ സഹോദരി എന്നോട് ചോദിച്ചു, പിന്നെ എങ്ങനെയാണ് തിരുസഭ വിട്ടു പോകുന്നത് എന്ന് വളരെ ശാന്തമായി ചോദിച്ചു. ഞാൻ പറഞ്ഞു പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ എളിയവന്റെ അനുഭവ സാക്ഷികൾ പറയുവാനായിട്ട് വന്നു. എന്ത് പറയുന്നത് മക്കളെ? പോകുന്ന സമയത്ത് അളിയൻ ചോദിച്ചു, ഒന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും എന്ന് പറഞ്ഞു. അടിയന്റെ ഇടത്ത് കൈ അദ്ദേഹത്തിന് നടുവിൽ വെച്ചു, വലത്തെ കൈ അദ്ദേഹത്തിന്റെ തലയിൽ വെച്ചു. വിടുതൽ തരുന്ന സൗഖ്യദായകനായ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് വന്നു. ഈ ഡിവൈസിലെ രോഗികളായിട്ടുള്ളവർക്ക് ദൈവത്തിനാണോ ഇപ്പോൾ സൗഖ്യം കൊടുക്കുവാൻ മതിയാനാണ്. ഹല്ലേലൂയ. അവിശ്വസിക്കുന്നവരിൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ രോഗികളുടെ മേൽ കരങ്ങൾ വെച്ചാൽ രോഗികൾ സൗഖ്യം വരുമെന്ന് വചനത്തിലുണ്ടോ? ആ വചനത്തെ ആമേൻ പറഞ്ഞ് സ്വീകരിക്കുന്നവർക്ക് വിടുതൽ തരുവാൻ കർത്താവ് ഇന്നും ജീവിക്കുന്നു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥിച്ച് എളിയവൻ കടന്നു വരുമ്പോൾ അദ്ദേഹത്തെ കണ്ണിൽ നിന്ന് കുടുകുടുന്നനെ വെള്ളം വീണതായിട്ട് ഞാൻ കാണുവാനായിട്ട് വന്നു. അടുത്ത ആ ശനിയാഴ്ച എന്നോട് ദൈവത്തിന് അത് പറഞ്ഞു, ഒരു പുതിയ നിയമം സ്നേഹത്തിന്റെ സന്ദേശം കൊണ്ട് അദ്ദേഹത്തിന് പട്ടാള ഓഫീസിലേക്ക് കടന്നു ചെല്ലാൻ പറഞ്ഞു. എന്നെ കടന്നു പറഞ്ഞു, ചാർലി ബ്രദറെ പ്രൈസ് ദ ലോർഡ് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ തൃശ്ശൂർ ഭാഷയിൽ പറഞ്ഞാൽ വീണു അദ്ദേഹം. ആട് കെട്ടിപ്പിടിച്ച് പ്രൈസ് ലോർഡ് കൊടുത്തപ്പോൾ ആട് പറഞ്ഞു, ചാർലി ബ്രദറെ അന്ന് ചാർലി ബ്രദർ പ്രാർത്ഥിച്ചു വന്നപ്പോൾ തല മുതൽ പെരുവിരൽ വരെ ഒരു ഇലക്ട്രിക് ഷോക്ക് അടിച്ചു. എന്റെ നടുവിന് സൗഖ്യം വന്നു. ചീർത്തിരിക്കുന്നവരുടെ വാക്കല്ല ദൈവശക്തി കണ്ടറിയുമെന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ദൈവദാസന്മാരെ, ദൈവാത്മാവിനെ, പ്രവാചകന്മാരെ ഒരു അവസരം ലഭിച്ച കുത്തുന്ന വ്യക്തിത്വമേ താങ്കളോടാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുവാനുള്ളത്. സഭകളിൽ ഇന്ന് നിർജീവമായിരിക്കുന്നു, പ്രവചനമില്ല. സഭയിൽ ഇന്ന് ദൈവിക ആത്മാവിന്റെ ചൈതന്യമില്ല. എന്തുകൊണ്ട്? അവസരങ്ങൾ ലഭിക്കുമ്പോൾ പ്രവാചകന്മാർ അവിടത്തെ കഥ ഇവിടത്തെ കഥ വീണുപോയവരുടെ കഥയും പറഞ്ഞ് ദൈവസഭയെ വേനപ്പെടുത്തി ദൈവസഭ മണിമിസമാക്കുമ്പോൾ ദൈവസഭയിൽ ദൈവത്തിന്റെ ആത്മാവിന് പ്രവർത്തിക്കുവാൻ സാഹചര്യം കൊടുത്താൽ കർത്താവ് പ്രവർത്തിക്കുന്ന നാളുകൾ വിദൂരമല്ല. ഇന്ത്യ രാജ്യത്തെ മഹാദൈവസഭയോടാണ് ദൈവത്തിന്റെ ആത്മാവ് അരുളപ്പാട് അറിയിക്കുന്നത്. ഒരു വലിയ ഇലക്ട്രിക് ഷോക്ക് അടിച്ചു എന്ന് പറയുവാനുണ്ടെന്നു. 1996 ജൂലൈ 27 അദ്ദേഹത്തെ എന്റെ കൂട്ടുകാരന്റെ ഭവനത്തിൽ രാജു സജി അമ്മാമ അടൂരാണ് അവര് താമസിക്കുന്നത്, ഇപ്പോഴുണ്ട് അവിടെ. അവര് ജബൽപൂരിലായിരുന്നു. അവരടുത്തേക്ക് കൊണ്ടുപോയി യേശു രക്ഷിതാവായി സ്വീകരിക്കുവാൻ അദ്ദേഹം സ്വർഗം കൃപ നൽകി. ഒറ്റ ദിവസത്തെ ആളുടെ സ്വഭാവം കണ്ട് 1996 ജൂലൈ ഡേറ്റ് ഒക്കെ ഇന്നും അതെ, എത്ര വർഷം കഴിഞ്ഞിട്ട് ഇന്നും മനപ്പാടം പോലെ 28 വർഷം മുമ്പുള്ള കാര്യം ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുക. ഒന്നും എഴുതി വെച്ച് ഒന്നല്ല, ദൈവാത്മാവ് കൃത്യമായ ഡേറ്റ് അടക്കം ഓർമ്മിക്കുക. ഒരു ദിവസത്തെ 1928 ജൂലൈ 28 ഒരു ദിവസത്തെ സ്വഭാവം കണ്ട് ഭാര്യ സഹോദരി അദ്ദേഹത്തിന്റെ 3 മക്കളുമായി ഈ രാജു ബ്രദർ എന്ന് പറയുന്ന ഈ സജി അമ്മാമ എന്ന് പറയുന്ന അവരുടെ ഭവനത്തിൽ കടന്നു വന്നു. 1996 ജൂലൈ 27 അദ്ദേഹം യേശു രക്ഷിതാവായി സ്വീകരിച്ചു. ജൂലൈ 29 അദ്ദേഹത്തിന്റെ ഭാര്യ യേശു രക്ഷിതാവായി സ്വീകരിച്ചു. 1996 ആഗസ്റ്റ് മാസം അവർ സ്നാനപ്പെടുവാനിട്ട് വന്നു. ഇന്ത്യൻ ആർമിയുടെ ജോലി വേണ്ട എന്ന് വെച്ച് ക്രിസ്തുവിന്റെ നിന്ദ വലിയ ധനം എന്ന് എണ്ണി പെൻഷൻ വേണ്ട എന്ന് വെച്ച് അവർ ജോലി രാജിവെച്ച് ഫിലദൽഫിയയിൽ രാജസ്ഥാനിലെ തോമസ് മാത്യു സാറിന്റെ ആ ഫിലദൽഫിയയിൽ കടന്നുപോയി ബൈബിൾ കോളേജിൽ പഠിച്ച് കർത്താവിന്റെ വേല ചെയ്യുന്നു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ കണ്ണൂരുണ്ടെന്നാണ് എന്റെ അറിവ്. ഇപ്പോൾ ഞാൻ കണക്ഷൻ ഇല്ല. ഞാൻ പറഞ്ഞു വന്നതിന്റെ ചെറുത്ത, നീ തൊടുമ്പോൾ വ്യക്തികൾ സൗഖ്യമാകണം, താങ്കൾ തൊടുമ്പോൾ രോഗികൾ സൗഖ്യമാകണമെന്നേ. വെറുതെ പ്രസംഗിച്ചിട്ട് വെറുതെ ബാനപ്പെടുത്തി കുത്തിയൊക്കെ പ്രസംഗിച്ച കാലം പോയി. ഇന്ത്യ രാജ്യത്ത് വലിയൊരു ഉണർവിനെ താങ്കളും ഞാനും പ്രയോജനപ്പെടുത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നു. താങ്കളോട് പറഞ്ഞ ഏതെല്ലാം വാഗ്ദാനങ്ങൾ ബാക്കിയുണ്ടോ അതെല്ലാം നിവൃത്തിയാക്കുന്ന ഒരു സ്വർഗമുണ്ട്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ആ കുടുംബം പ്രയോജനപ്പെട്ടത് എന്താണെന്നോ? ഒരു ഇലക്ട്രിക് ഷോക്ക്, ഒരു ദൈവശക്തി. അത് താങ്കളിൽ നിന്ന് പുറപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്റെ സാക്ഷ്യങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞ ഒരു പദമാണ്, പേര് പറയുന്നില്ല. ഒരിക്കൽ ഞാൻ 2:30 ഇപ്പോഴല്ല, ക്ഷമിക്കണം, 2:30 ഞാൻ എഴുന്നേൽക്കും.
ഇപ്പോൾ കുറച്ച് സമയം പോയി, പ്രായം ചെന്നതിൻ്റെ പേരിലല്ല, പല കെടുക്കാൻ നേരം വൈകുന്നതിൻ്റെ പേരിൽ കുറച്ച് ഇതാണ്. 2:30 എഴുന്നിട്ട് 5 മണിക്കൂർ 7:30 വരെ 5 മണിക്കൂർ അന്യഭാഷയിൽ പ്രാർത്ഥിക്കും. അതിനുശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുന്ന സമയത്ത് ആ പട്ടാള ബാരക്കിൽ സദാപതി എന്ന് പറയുന്ന ഒഡീസക്കാരനായുള്ള ഒരു വ്യക്തിയുണ്ട്, 3-5 ഹിന്ദിക്കാരുണ്ട്, ഒരു മലയാളിയുണ്ട്. ആ മലയാളി പേര് പറയുന്നില്ല. മലയാളി മുമ്പിൽ വെച്ച് ഈ സദാബ്ദി എന്നോട് ചോദിച്ചു, ചാർലി സാറേ PT-ക്ക് കാലത്ത് പട്ടാളക്കാരെല്ലാവരും ഓട്ടത്തിന്റെ ഒരു സമയമുണ്ട്, PT ഈ സമയം, ഫിസിക്കൽ ട്രെയിനിങ്ങിന്റെ സമയം. അപ്പോൾ ചാർലി സാറേ നിങ്ങളെ അന്വേഷിച്ചല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി ഓക്കെ സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ ആ PT സമയത്താണ് ഞാൻ അന്യഭാഷ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ആർമർ ഷോപ്പ് എന്ന് പറയും, തോക്കിന്റെ റിപ്പയർ ചെയ്യുന്ന ജോലിയാണ്, അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. 5 മണിക്കൂർ പ്രാർത്ഥിച്ചു വന്നപ്പോൾ പറയുന്ന കാര്യം. അപ്പോൾ ഈ മലയാളിക്ക് എന്നെ വേണമെങ്കിൽ മലയാളത്തിൽ കൂടെ ചീത്ത വിളിക്കാമായിരുന്നു. പക്ഷേ ഈ ഹിന്ദിക്കാർ കേൾക്കാൻ അധികം ഒത്തിരി ചീത്ത വിളിച്ചു. എൻ്റെ മനസ്സാകെ വ്യാകുലമായി. ഞാൻ ബൈബിൾ വായിക്കാൻ നോക്കിയിട്ട് എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. അങ്ങനെ സാധിക്കാതെ വളരെ മനസ്സിന് വിഷമമായിരിക്കുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിക്കാനോ ബൈബിൾ വായിക്കാനോ ഒന്നും പറ്റുന്നില്ല. അപ്പം ഞാൻ എൻ്റെ റൂമിലേക്ക്, ആ പട്ടാളപ്പേരക്കിൻ്റെ റൂമിലേക്ക് പോയി. അവിടെ ചെന്ന് ഞാൻ ആ ചാക്ക് വിരിച്ച് പ്രാർത്ഥിക്കാൻ കൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, നീ ആ സാറിനോട് പോയിട്ട്, ഹവൽദാറാണ് അദ്ദേഹം, ഞാൻ 2 വരെയുള്ള നായിക്കാണ്, ഇവിടെ നീ ആ സാറിനോട് പോയിട്ട്, മലയാളിയാണ്, പേരറിയാം, ഇപ്പോഴും അറിയാം, കൂത്താട്ടുകുള ഭാഗത്ത് ആൾ ജീവിച്ചിരിപ്പുണ്ട്, അദ്ദേഹത്തിനോട് പോയി കാണുവാൻ കണ്ട് ക്ഷമ ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ക്ഷമ ചോദിക്കുന്ന കാര്യമൊക്കെ ഭയങ്കര പ്രയാസമുള്ള കാര്യമല്ലേ? നിങ്ങളുടെ കാര്യമില്ല, എൻ്റെ കാര്യം. അതുകൊണ്ട് കർത്താവ് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ എന്തിനു ക്ഷമ ചോദിക്കണു? കർത്താവ് നീ പോയി ക്ഷമ ചോദിക്കും. കർത്താവിൻ്റെ ശബ്ദം കേട്ട് വീണ്ടും പോയി ക്ഷമ ചോദിച്ചു. സാറേ എന്ന് പറഞ്ഞ് ക്ഷമിക്കണം സാറേ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു, ചാർലി സാറേ നിങ്ങളല്ലോ തെറ്റ് ചെയ്ത്, ഞാനല്ല തെറ്റ് ചെയ്ത് എന്നൊക്കെ പറയും കാര്യം ചെയ്തു. ഉച്ച സമയത്ത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ സാറ് ഒരു ചെറിയ, ഇപ്പോൾ സൈക്കിൾ ഇറങ്ങുന്ന ടയർ, കനം കൂടുതലുള്ള ടയറുള്ള സൈക്കിള് പുതിയതായിട്ട് ഇറങ്ങി ആ കാലഘട്ടമായിരുന്നു 1996 കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ആ സൈക്കിളിൽ ഇറങ്ങി ചെറിയൊരു ഇറക്കത്തിൽ അദ്ദേഹം വീണു. അദ്ദേഹം ചന്ദ്രനിലേക്കൊക്കെ, ഇപ്പോൾ നാസയിലുള്ള ആൾക്കാരൊക്കെ ചന്ദ്രനിലേക്ക് പോകുന്ന ആൾക്കാരൊക്കെ വസ്ത്രം ധരിക്കുന്ന പോലെ മൊത്തം പഞ്ഞിക്കെട്ടോടുകൂടെ മിലിറ്ററി ഹോസ്പിറ്റലിൽ, ജബൽപൂരിലുള്ള മിലിറ്ററി ഹോസ്പിറ്റലിൽ ആൾ അഡ്മിറ്റായി എന്ന ഉച്ച ഊണിന് സമയത്ത് പറയാനിടന്നു. ചാർലി സാറിന്റെ ദൈവം ഇന്ന സാറിനെ തൊട്ടു എന്നൊക്കെയാണ് അവിടെ പറഞ്ഞത്, ഞാൻ പറഞ്ഞതല്ല, അവർ പറഞ്ഞതാ. എനിക്ക് വളരെ വിഷമമായി. അവിടെ ഞാൻ കടന്നു ചെന്നപ്പോൾ അദ്ദേഹം 32 തുന്നലുകൾ, തലയിൽ 15 തുന്നലും ഒരു സ്ഥലത്ത് 17 തുന്നലായിട്ട് 32 തുന്നലുകൾ തലയ്ക്ക് വേഗടച്ച് വേദനയോടുകൂടി ഇരിക്കുന്ന ഒരാളെ കാണുവാനിട വന്നു. ആള് കരഞ്ഞു പറഞ്ഞു, ചാർലി സാറേ, നേഴ്സുമാർ പറഞ്ഞത്, ഡോക്ടർമാർ പറഞ്ഞത് ഇന്ന് വേദന ഉണ്ടാവില്ല, നാളേക്ക് ഭയങ്കര വേദനയുമാകുന്നു. ഈ എളിയവനായ അടിയൻ പറയുവാനിട വന്നു, ഒന്നുകൊണ്ട് പരപണ്ട വേദന ഉണ്ടാവില്ല, എൻ്റെ കർത്താവ് വിശ്വസ്തൻ. പ്രാർത്ഥിച്ചു പോന്നു. അന്ന് രാത്രിയിൽ അദ്ദേഹം ഒരു പള്ളിയിലേക്ക് പോകുന്നതായിട്ട് ദർശനം കണ്ടു. ഇന്നും അദ്ദേഹം പള്ളിയിലേക്ക്, മറ്റുള്ള പള്ളിയിലേക്ക് പോകണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എന്നാൽ അന്ന് 98 വരെ ഞാൻ അവിടെ സർവീസിൽ ഉണ്ടായിരുന്ന നാൾ വരെ ഏത് കഫക്കെട്ടോ ജലദോഷം എന്ത് വന്നാലും, രാജസ്ഥാനിലെ ആളുടെ ഭാര്യ നേഴ്സായിരുന്നു, ആളുടെ ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ എന്ത് രോഗം വന്നാലും ഈ എളിയവനോട് പ്രാർത്ഥിപ്പിക്കുമായിരുന്നു. പറഞ്ഞതിന്റെ സാരം, ദൈവനാമം താങ്കളിലൂടെ എന്നിലൂടെ മഹിമപ്പെടുത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അനേക നാളുകൾക്ക് ശേഷം ആ ദൈവത്തിന്റെ ആത്മാവ് അന്ന് ഒരു വചനം എന്നോട് പറഞ്ഞിരുന്നു. ആ വചനം ഞാൻ പറയാം. അനേക നാളുകൾക്ക് ശേഷം ഒരിക്കൽ മിലിറ്ററി ഹോസ്പിറ്റലിലെ ECHS എന്ന് പറയും, ഞങ്ങൾക്ക് മിലിറ്ററിക്കാർക്ക് ഒരു ക്ലിനിക് ഉണ്ട്, മൂവാറ്റുപുഴ ക്ലിനിക്കിൽ കടന്നു ചെന്നപ്പോൾ അദ്ദേഹത്തെ കാണുവാനിട വന്നു. അദ്ദേഹത്തിന്റെ പേര് ഹവൾദാർ എന്ന് പറഞ്ഞിട്ട് ഇനീഷ്യൽ പറഞ്ഞിട്ട് 2 ഇനീഷ്യൽ ഉണ്ട്, അതുകൊണ്ടാണ് ആളുടെ പേര്. ഞാൻ ആളുടെ പേരും ഇനീഷ്യൽ പറഞ്ഞ് ആളെ കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അവിടെ ഞാൻ ഓരോരുത്തർക്കും ട്രാക്ട് കൊടുക്കുക. എന്നെ കണ്ടു കഴിയുമ്പോൾ ആൾ ആശ്ചര്യപ്പെട്ടു നോക്കി. അപ്പൊ ഞാൻ പറഞ്ഞു, ഹവൾദാർ ഇനീഷ്യൽ പറഞ്ഞ് ഞാൻ പറയുവാനിട വന്നു. പറഞ്ഞു വന്നതിന് സാരം ആൾക്ക് വലിയ ഒരു ദൈവകൃപ പ്രാപിക്കുവാൻ അവിടെ വഴിയൊരുക്കും. അന്ന് എന്നോട് കർത്താവ് ക്ഷമ ചോദിക്കാൻ പറഞ്ഞപ്പോൾ എന്നോടൊരു പദനം പറഞ്ഞു. ആ പദം ഞാൻ ഇപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 18:10 ഞാൻ നിന്നോട് കൂടിയുണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന് അരുളി ചെയ്തു. മിണ്ടാതിരിക്കരുത്. ഹല്ലേലൂയ. ദൈവമേ, നിനക്കെതിരായി വാടകോരുന്ന നിന്നോട് തന്നെയാണ് ദൂത്. ദേശാധിപതി ശക്തിയാകട്ടെ, രാജ്യം മുഴുവൻ നിനക്കെതിരെ വരട്ടെ, എന്തെല്ലാം എവിടെയെല്ലാം ആരെല്ലാം വന്നാലും മിണ്ടാതിരിക്കരുത്. ഞാൻ നിന്നോട് കൂടെയുണ്ട്. കർത്താവ് പറയാ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആരും ഏത് വ്യക്തികളും കയ്യേറ്റം ചെയ്യില്ലെന്ന് ഒന്ന് ബലപ്പെടാൻ പറ്റുമോ ദൈവത്തില്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എനിക്ക് ഹിന്ദി അറിയില്ലായിരുന്നു.
ഒരു ആൻറ്റി പ്രാർത്ഥിക്കാൻ വിളിച്ചു, പേരൊന്നും പറയുന്നില്ല, സോറി. അവര് ഭയങ്കരമായിട്ട് പാട്ടും ഭയങ്കര ഓൺലൈനിലൊക്കെ ഹിന്ദിക്കാരാ മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നവരാ. എന്നോട് പ്രാർത്ഥിക്കാൻ വിളിച്ചു. പുലർച്ചെ 2:30 തൊട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു ശക്തമായിട്ട്, അന്യഭാഷയിൽ തകർത്ത് പ്രാർത്ഥിച്ചു. എന്നോടല്ല ദൂത് പറഞ്ഞേ, അവരോട് തന്നെ, അവർ തന്നെ ദൂത് പറഞ്ഞു, ഒരു ഡേറ്റ് കൊടുത്ത് നിങ്ങളുടെ വിഷയത്തിന്മേൽ ഉണ്ടാവും. ഭർത്താവ് ഡൈവേഴ്സ് ചെയ്യാൻ നോക്കുമായിരുന്നു. വിഷയം എത്ര സങ്കീർണമാവട്ടെ, ഏത് സങ്കീർണമായാലും വിടിവിക്കുവാൻ മതിയാവിന. എന്നോട് പ്രാർത്ഥന ചോദിച്ചപ്പോൾ ഈ എളിയപ്പോൾ ഞാൻ വിചാരിച്ചു ഡൈവേഴ്സ് കേസാ കർത്താവേ. അഥവാ ഞാൻ പ്രാർത്ഥിച്ചിട്ട്, സോറിട്ടാ, ഞാൻ തൃശ്ശൂർകാരനാണ്, അധികം വിദ്യാഭ്യാസമൊന്നുമില്ല, ഞാൻ എന്നുള്ള പദം വന്നിട്ടുണ്ടെങ്കിൽ എന്നെ തെറ്റിദ്ധരിക്കുന്നത് അഹങ്കാരിയാണ്, നെഗളിയാണെന്ന് കർത്താവിനെ അറിഞ്ഞ നാളെ തൊട്ടേ കേൾക്കുന്ന ഒരു പദമാണ് എന്നെ കുറിച്ച്. നെഗളിയാണ്, അഹങ്കാരിയാണെന്ന്. തൃശ്ശൂർ ഭാഷയാണ്, 210 മാർക്കിലെ വിദ്യാഭ്യാസമുള്ളൂ, തെറ്റിദ്ധരിക്കരുതേ. ഈ എളിയവൻ പേടിച്ചു, ഡൈവേഴ്സ് കേസ കർത്താവ്. ഈ എളിയവൻ പ്രാർത്ഥിച്ചിട്ട് വിടുതൽ കൊടുത്തില്ലെങ്കിൽ അവർ ഡൈവേഴ്സ് ആവും എന്ന് പറഞ്ഞ് ഞാൻ 2-3 പ്രവാചകന്മാരുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്ത് കണക്ട് ചെയ്യാൻ നോക്കിയപ്പോ കണക്ട് ഇല്ല, അവർ ലൈനിലില്ല. ഈ എളിയവനെ കൊണ്ട് തന്നെ ദൈവം പ്രാർത്ഥിപ്പിച്ചു. എന്തിനു പറയുന്നു, ശനിയാഴ്ച ഞങ്ങൾ കണ്ണുനീരോടെ മറുതലിക്കൽ അവർ ഫോണിൽ ഈ എളിയവൻ മറുതലിക്കൽ അന്യഭാഷ അടയാളത്തോടു കൂടി പ്രാർത്ഥിക്കുവാനിട വന്നു. അവരോട് തന്നെ ആലോചന പറഞ്ഞു, ഒരു ജൂൺ 5-ാം തീയതിക്കുള്ളിൽ വിടുതൽ ഉണ്ടാവുമെന്ന് പറയുവാനിടവെന്ന് പറയുന്നു. തിങ്കളാഴ്ച ഭാര്യയെ കൂട്ടി ഭർത്താവ് കോടതിയിൽ പോവുക. ഭോപ്പാൽ കോടതിയാണോ ജബൽപൂർ കോടതിയാണെന്നല്ല, അവർ ജബൽപൂർക്കാരാണ്, അവർ ഭോപ്പാലാണ് താമസിക്കുന്നത്. ഭോപ്പാൽ കോടതി അയക്കണം. ഭോപ്പാലിൽ കടന്നുപോയി അവിടെ ചെല്ലുന്നപ്പോൾ 5 മിനിറ്റ് കോടതി സമയത്തേക്കാൾ വൈകിപ്പോയി. ഇന്ന് 3 സ്റ്റാറുള്ള വലിയ ഒരു ബെൽറ്റ് കെട്ടുന്ന ജോലിക്കാരനാ, പേരൊന്നും പറയുന്നില്ല ഞാൻ. അവർ ഇന്നും കുടുംബമായിട്ട് ജീവിക്കുന്നു. നിന്നിലൂടെ ദൈവം പ്രവർത്തിക്കാൻ കരുതിയെങ്കിൽ ദൈവ പൈതലേ, ആരും നിന്നെ കയ്യേറ്റം ചെയ്യില്ല. ഇവിടെ പൗലോസിന് പറയാ, ആരും നിന്നെ കയ്യേറ്റം ചെയ്യില്ല. എന്നോട് അത് പറയുവാനിട്ട് വന്നു. എന്തിനെ? ആ ജബൽപൂരിൽ ശക്തമായ ദൈവ പ്രവൃത്തി ചെയ്യുവാൻ ഈ എളിയവന് ദൈവം വഴിയൊരുക്കും. പട്ടാള ബാരക്കിലേക്ക് പട്ടാളക്കാരനായതുകൊണ്ട് തന്നെ എപ്പോഴും ഇടിച്ചു കയറി ചെല്ലാറുണ്ടായിരുന്നു. ചെന്ന് സുവിശേഷം പറയും. അനേകർ യേശു രക്ഷിതാവായി സ്വീകരിക്കുവാൻ, അനേകർ പരിശുദ്ധാത്മാവ് പ്രാപിക്കുവാൻ ദൈവം കരങ്ങളിൽ എടുത്ത് ഉപയോഗിച്ചു. ദൈവമേ, നിന്റെ വിദ്യാഭ്യാസമല്ല, നിന്റെ സൗന്ദര്യമല്ല, എന്നാൽ നിന്നെയും നമ്മെയും മാനിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ആ സ്വർഗം കരുതിയാൽ, ആ സ്വർഗം നിനക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ ആർക്കും നിന്നെ തടയുവാൻ സാധ്യമല്ല. അങ്ങനെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് താങ്കളെ കർത്താവ് ഒരുക്കിയത്. നമ്മുടെ കുറിവാക്യം മറക്കരുത്. അവൻ മിസ്രൈമിലെ ധനത്തെക്കാൾ ക്രിസ്തുവിന്റെ നിന്ദ വലിയ ധനമെന്ന് എണ്ണി ആ മോശയെ സ്വർഗം മാനിച്ചുവെങ്കിൽ, എന്റെ ശബ്ദം ശ്രമിക്കുന്ന ദൈവത്തിന് പേരിലെ അങ്ങനെ ചില കാര്യങ്ങളിൽ നമുക്കൊരു വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുമോ? ചില കൊടുക്കൽ വാങ്ങൽ കാര്യങ്ങളിൽ ഒരു കൃത്യനിഷ്ഠത കാണുവാൻ സാധിക്കുമോ? നാം ചെയ്യുന്ന പ്രവൃത്തി കർത്താവിന് ഹിതമുണ്ടോ എന്ന് മനുഷ്യരെ ഒന്ന് സൂചിപ്പിച്ചോ, മനുഷ്യരെയൊക്കെ സന്തോഷിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. എത്ര നാളാ, ഒത്തിരി നാളുകൾ ഇങ്ങനെയൊക്കെ സൂചിപ്പിച്ച് സന്തോഷിപ്പിച്ച് നമുക്ക് എന്ത് നേടാൻ സാധിച്ചു? എന്നാൽ ഫിലിപ്പിയരുടെ ആ പുസ്തകം 3-ാം അധ്യായത്തിൽ നമുക്ക് കാണുന്ന ഒരു പദമുണ്ട്, 7-ാം വാക്യം. എങ്കിലും എനിക്ക് ലാഭമായതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണി. പൗലോസ്ലീഹയെ പറ്റി പറയാണ്, 2 കപ്പലൊക്കെ ഉണ്ടായിരുന്ന വ്യക്തിയാണെന്ന് പറയുന്നത്. യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാന നിമിത്തം, അത് തനിക്ക് എല്ലാത്തിനും കഴിവ് പ്രാപ്തി ഉണ്ടെങ്കിലും എല്ലാം കളഞ്ഞ് ഛേദമെന്ന് എണ്ണുവാൻ താങ്കൾ തയ്യാറാണെങ്കിൽ, നാം തയ്യാറാണെങ്കിൽ നമ്മെ കരങ്ങളിൽ എടുത്ത് ഉപയോഗിക്കുവാൻ കർത്താവ് മതിയായവനാണ്. ഹല്ലേലൂയ. എന്തിനു പറയുന്നു? 11-ാം വാക്യത്തിൽ പറയുന്നു, അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അവനിരിക്കേണ്ടതിനും 10 മുതൽ അവനിരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാന ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിന് ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്നെണ്ണുന്നു. ചവറ് എന്നെണ്ണുവാൻ പൗലോസ് പഠിച്ചതിന്റെ കാര്യം എന്നറിയാം. വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം വേണമെന്ന്. എന്തെല്ലാം ഈ ഇവിടെ നേടിയിട്ടും വെട്ടിപ്പിടിച്ചും തട്ടിച്ചും പറ്റിച്ചും നമ്മൾ നേടിയിട്ട് പുനരുദ്ധാനത്തിൽ കർത്താവിനോട് കൂടെ നമ്മൾ എടുക്കപ്പെട്ടില്ല എങ്കിൽ എന്ത് പ്രയോജനം? പൗലോസ് പറയാണ്, ചവറെന്നെണ്ണുന്നു, എല്ലാ ഛേദമെന്നെണ്ണുന്നു. എന്തിനെ? പൗലോസിനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോസ്തലപ്രവൃത്തിയിൽ നമുക്ക് അറിയാം, പൗലോസിനെ അംഗീകരിച്ചിരുന്നില്ല. ആ കാലഘട്ടത്തിലും അംഗീകരിച്ചിരുന്നില്ലെന്നേ.
എന്നാൽ ബർണബാസ് എന്ന് പറയുന്ന പ്രബോധന പുത്രനെ അവിടെ പരിചയപ്പെടുത്തിയപ്പോഴാണ് ഇദ്ദേഹത്തെ അംഗീകരിച്ചത്. ചിലപ്പോൾ അങ്ങനെ പരിചയപ്പെടുത്തുവാൻ ചില പ്രബോധന പുത്രന്മാരില്ലാതെ അവഗണിച്ച് കർത്താവിന്റെ വേലയിൽ മടുത്തു പോയിരുന്ന ഒരു വ്യക്തി ജീവിതം ഇവിടെ കർത്താവിന്റെ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. അവരോടാണ് ആലോചന അറിയിക്കുന്നത്. ആരും നിന്നെ ശ്രദ്ധിച്ചില്ല എങ്കിലും നിന്റെ ഒരു ചിത്തം, നിന്റെ ഒരു ആഗ്രഹം വേണം. വല്ലവിധനെയും പുനരുദ്ധാനത്തിങ്കൽ കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹം താങ്കൾക്കുണ്ടോ? മറ്റുള്ളതെല്ലാം ക്രിസ്തു നിമിത്തം ചവിടുന്ന് എണ്ണുവാൻ സാധിക്കുമോ? ഹല്ലേലൂയ. പൗലോസിനെ എല്ലാവരും തള്ളി വിടക്കെന്ന് എണ്ണിയപ്പോൾ പറയുന്നുണ്ട്, എന്റെ ഒന്നാം പ്രസംഗം ആരും അംഗീകരിച്ചില്ല, രണ്ടാമത്തെ പ്രസംഗം അംഗീകരിച്ചോളൂ എന്നൊക്കെ പറയുന്ന ലേഖനങ്ങൾക്ക് നമുക്കറിയാലോ. ഞാൻ അങ്ങോട്ടൊന്നും പറയുന്നില്ല. എന്റെ ശബ്ദം ശ്രവിക്കുന്ന നമ്മളെല്ലാവരും കർത്താവിന്റെ വചനത്തിൽ ശ്രേഷ്ഠരാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ വചനങ്ങളൊന്നും എടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ആ ഛേദം എന്നെണ്ണിയ പൗലോസിനെ, ആ ചൗടെന്നെണ്ണിയ പൗലോസിനെ 14ഓളം ലേഖനങ്ങൾ എഴുതുവാൻ, അപ്പോസ്തലന്മാരിൽ ഏറ്റവും ഞാൻ ചെറിയവനാണെങ്കിലും ആ പദത്തിൽ തന്നെ അവനെ ശ്രേഷ്ഠനാക്കിയ ആ കർത്താവിന്റെ വിശ്വസ്തതയുണ്ടല്ലോ, മറ്റുള്ള ശിഷ്യന്മാർക്ക് കൂടെ നടന്നവർക്ക് ലഭിക്കാത്ത ഭാഗ്യവതി പൗലോസിന് ലഭിച്ചെങ്കിൽ ദൈവത്തിലെ താങ്കൾക്കും ലഭിക്കുവാൻ കർത്താവ് മതിയായവനാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ നിന്ദ വലിയ ധനമെന്നെണ്ണുവാൻ സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹത്താലും നമ്മെ അനുഗ്രഹിച്ചിരിക്കുക. നമുക്ക് ഈ കാര്യം അറിയില്ല. ഹല്ലേലൂയ. എന്നാൽ നമ്മെ വിടിവിക്കുന്നതിനായ ഒരു അത്യുന്നതനായ ഒരു ദൈവമുണ്ട്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ 2002 എന്ന് തോന്നുന്നു, 2002, 2003 കാലഘട്ടത്തിൽ ഞാൻ സെക്കന്ദരാബാദ് കുടുംബമായിട്ട് ഞാൻ പട്ടാളത്തിൽ ആർമി ജോലി ചെയ്യുകയാണ്. എൻ്റെ ഫാമിലി മെമ്പറാണ്. പട്ടാളത്തിലെ ഒരു പ്രത്യേകതയുണ്ട്, എന്തെങ്കിലും കീ പോസ്റ്റ് ലഭിക്കുകയാണെങ്കിൽ അത് ഫാമിലി മെമ്പർക്ക് കൊടുക്കില്ല. കീ പോസ്റ്റ് എന്ന് പറയുന്നത് മെസ്സിന്റെ ജോലി ഫാമിലി മെമ്പർക്ക് കൊടുക്കില്ല. കാരണം നിങ്ങൾ മെസ്സിന്റെ ജോലി എന്ന് പറയുന്നത് മെസ് കമാൻഡർ എന്ന് പറയുന്നത്, അത് കുക്ക് ആവണമെന്നില്ല, തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഒരിക്കലും സാക്ഷ്യം പറഞ്ഞപ്പോൾ ഒരു ലോക്കൽ സഭക്കാര് ധരിച്ചു ഞാൻ പട്ടാളത്തിലെ കുക്കാണെന്ന്. ഞാൻ പട്ടാളത്തിൽ കുക്കല്ലായിരുന്നു. കുക്കിന്റെ ജോലി പട്ടാളക്കാരൻ തന്നെ പറയാം. എന്റെ ജോലി തോക്കിന്റെ ജോലി പറയാൻ ഞാൻ അവർ കുറച്ച് കാണിക്കല്ല. എനിക്ക് തോക്കിന് റിപ്പയറുള്ള ഞാൻ ഫാമിലി വെക്കുന്ന എന്നെ മെസ് കമാൻഡർ ആക്കില്ല. അതിന് കാരണം നിങ്ങൾ അറിയാലോ, മെസ് കമാൻഡർ താക്കോൽ കിടക്കണമെങ്കിൽ അല്ലാതെ ഫാമിലി മെമ്പർ അവന്റെ വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോകും എന്നുള്ള ഭയം കൊണ്ടാണോ എന്തോ എനിക്കറിയില്ല. നിങ്ങൾ തന്നെ ചിന്തിക്കുക, കൊടുക്കില്ല. പക്ഷെ കൃപയാൽ 2 പ്രാവശ്യം ഞാൻ മെസ് കമാൻഡർ ആയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ മെസ് കമാൻഡർ ആയ സമയത്ത് ഞങ്ങളുടെ ഓഫീസർ ഇൻചാർജ് മേജർ സാറിന്റെ പേര് പറയില്ല, അദ്ദേഹം പഞ്ചാബുകാരനാണ്, ഒരു തലപ്പാവുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം അവധിയായിരിക്കുന്ന സമയത്ത് ഒരു സ്പോർട്സ് കമ്പനി ഉണ്ട്, അതിന്റെ പേര് പറയാം, ഒരു ക്യാപ്റ്റൻ സാബ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ആഴ്ചയിൽ 3 ദിവസം ആട്ടിറച്ചി ഉണ്ട്. ആട്ടിറച്ചി തിങ്കൾ, ബുധൻ, ശനിയാഴ്ച. ഞങ്ങളുടെ പട്ടാളത്തിൽ അവിടെ അങ്ങനെയായിരുന്നു, മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ സമയത്ത് എന്നോട് പറഞ്ഞു, ആട്ടിറച്ചിയുടെ എല്ല് എന്താ പറയുക, ബോണെന്നാ ഇംഗ്ലീഷ്, എനിക്ക് എന്താ അറിയില്ല കേട്ടോ, തമിഴിൽ വേണേ എളുപ്പെന്ന് തോന്നുന്നു. ആ എല്ല് സൂപ്പ് വയ്ക്കാൻ വേണ്ടി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ആട്ടിറച്ചിയുടെ എല്ല് സൂപ്പ് വയ്ക്കാൻ കൊടുത്തുകൊണ്ട് ബാക്കി രാത്രിയിൽ വിളമ്പാനായിട്ട് എത്രയുണ്ടാവും നിങ്ങൾ തന്നെ ചിന്തിക്കുക. വളരെ കഷ്ടപ്പെട്ട് വെളുപ്പി ഭയങ്കര പ്രയാസപ്പെട്ടു. പിറ്റത്തെ ആ ആഴ്ചയിലുള്ള ആ എടിച്ചു വന്ന ദിവസം വീണ്ടും എടിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാനൊരു കാര്യം തീരുമാനിച്ചു, എന്ത് വന്നാലും അത് കൊടുക്കില്ല. കാരണം ഞാൻ ഓവാർന്ന് പറയാം, അതർ റാങ്ക്, സാധാരണ പട്ടാളക്കാരൻ, ഇത് ഓഫീസർ റാങ്കുള്ള ഒരു പട്ടാളക്കാരൻ ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു എന്ത് വന്നാലും കൊടുക്കില്ല, അതൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ നമുക്ക് അർഹതപ്പെട്ടത് മറ്റുള്ളവർക്ക് അത് കൊടുത്തതിന്റെ പേരിൽ നമ്മളത് പഴിച്ച് കേൾക്കേണ്ടതിന്റെ പേരിൽ എന്ത് വന്നാലും കൊടുക്കില്ലെന്ന് വെച്ചു. എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സീനിയർ ജൂനിയർ കമ്മീഷൻ ഓഫീസറിനോട് അനുവാദം ചോദിച്ചിട്ട് വരാൻ പറഞ്ഞ് ഈ എല്ല് ചോദിക്കാൻ വന്നുള്ള ആൾ ഞാൻ തിരിച്ചു വിട്ടു കഴിഞ്ഞപ്പോൾ എന്തിനു പറയുന്നു, പിറ്റത്തെ ആഴ്ചയിൽ ആ വരുന്ന ശനിയാഴ്ച തിങ്കൾ ബുധൻ ശനിയാഴ്ചയിൽ തിങ്കളാഴ്ച ഒരു പ്രാവശ്യം എല്ല് കൊടുത്തു, ബുധനാഴ്ച എല്ല് ചോദിച്ചപ്പോൾ കൊടുത്തില്ല. ശനിയാഴ്ച വലിയ ഒരു ദൈവപ്രവൃത്തി കാണുന്നതിന് മുമ്പ് ഒരു വലിയ വേദനാജനകമായ ഒരു കാര്യം പറയാൻ ഇടവന്നു. എൻ്റെ ക്ലർക്ക് എന്ന് പറഞ്ഞ വ്യക്തി, ആള് എന്നെ പറ്റി പറയുന്നില്ല, ആള് എന്നോട് പറഞ്ഞില്ല. പക്ഷേ അവരുടെ സ്പോർട്സ് കമ്പനിയിലെ ക്ലർക്ക് ഹൗൾദാർ, ഒരു ഹരിയാനക്കാരനായ അദ്ദേഹം കൊണ്ട് പറഞ്ഞു, ചാലി സാറേ എന്താ പറ്റി, നിങ്ങളുടെ എതിരായിട്ട് ചാർജ് ഷീറ്റ് എൻ്റെ കമ്പനിയുടെ ക്ലർക്ക് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുവാനുള്ളൂ. പക്ഷെ എൻ്റെ ക്ലർക്ക് പറഞ്ഞില്ല. അതിന് പല കാരണങ്ങളുണ്ട്. കാരണം നിങ്ങൾ അത് പറയുന്നത് ഉചിതമല്ല. ഭക്ഷണകരമായിട്ടുള്ള ചില കാര്യങ്ങളുടെ കാര്യത്തിന് പേര് അത് പറയുന്നത് ഉചിതമല്ല.
എങ്ങനെ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. എനിക്ക് ഒരു മെസ്സേജ് ലഭിച്ചു കമാൻഡിങ് ഓഫീസർ കർണൽ ഒരു സാബുണ്ട്, ഫുൾ ബറ്റാലിയൻ്റെ കമാൻഡിങ് ഓഫീസർ എൻ്റെ സമയം ഞാൻ തീരുന്നതിന് കൃത്യസമയത്തിന് ഞാൻ നിർത്തും. ഞാൻ പട്ടാളക്കാരനാ, ഒരു സെക്കൻഡ് ഒരു മിനിറ്റ് പോലും കൂടുതൽ എടുക്കില്ല, കൃത്യസമയത്തിന് ഞാൻ നിർത്തും. അപ്പോൾ എന്നോട് പറഞ്ഞു കമാൻഡിങ് ഓഫീസർ ഭക്ഷണം നിന്നെ ടെസ്റ്റ് ചെയ്യാനായിട്ട് വിളിച്ചെന്ന് പറഞ്ഞു. എനിക്ക് ഓർഡർ കിട്ടിയപ്പോൾ തന്നെ 5 മിനിറ്റിനുള്ളിൽ ഞാൻ ഭക്ഷണം പാക്ക് ചെയ്ത് ടിഫിനിൽ 3-5 അടുക്കടുക്ക് പാത്രങ്ങളുടെ ടിഫിൻ ബോക്സിൽ ഭക്ഷണം എടുത്ത് ഞാൻ സൈക്കിളിൽ പുറപ്പെടാൻ പോകുന്ന സമയത്ത് കമാൻഡിങ് ഓഫീസർ വേഗത്തിൽ കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു ആർ യു ലേറ്റ്? ഞാൻ പറഞ്ഞു സാബ് എന്നോട് ആകെ 5 മിനിറ്റേ ആയിട്ടുള്ളൂ, ഞാൻ 5 മിനിറ്റിനുള്ളിൽ ഭക്ഷണം തയ്യാറാക്കി. അത് ഒരു കഷ്ടി ഒരു 3/4 കിലോമീറ്റർ മാത്രം ദൂരമുള്ള സ്ഥലത്ത് നിന്ന് ഒരു കമാൻഡിങ് ഓഫീസർ, ബറ്റാലിയന്റെ കമാൻഡിങ് ഓഫീസർ, 8,000-3,000 പേരുടെയൊക്കെ ഒരു കമാൻഡിങ് ഓഫീസർ ഒരു ഓർഡർ പാസ് ചെയ്തിട്ട് എൻ്റെ അടുത്തേക്ക് വരുവാൻ ആ കമാൻഡിങ് ഓഫീസർ പറഞ്ഞ ആ ഓർഡർ എൻ്റെ അടുക്കൽ വരെ 55 മിനിറ്റ് ലേറ്റായി. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ലേറ്റായി എന്ന് പറഞ്ഞാൽ എന്നെ കാണാതെ അദ്ദേഹം ദേഷ്യപ്പെട്ട് എൻ്റെ അടുത്തേക്ക് കടന്നു വന്ന് അദ്ദേഹം പറഞ്ഞു ഭക്ഷണം ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഭക്ഷണം കമാൻഡിങ് ഓഫീസർ പറഞ്ഞിട്ട് ഭക്ഷണം നമ്മൾ കൊണ്ടുപോയി കൊടുത്താൽ ഞാനല്ല ഭക്ഷണം കൊടുക്കുക, ആളുടെ സ്റ്റിക്കാർഡിൽ എന്ന് പറയുന്ന ആളുണ്ട്, ആളുടെ റൂമിനകത്ത് ആളെ നോക്കുന്ന ഒരു പട്ടാളക്കാരനുണ്ട്, ആരെങ്കിലും മെസ്സേജും കാര്യങ്ങളൊക്കെ കൊടുക്കും മേടിക്കും ചെയ്യുന്ന ഒരു പട്ടാളക്കാരുണ്ട്, അദ്ദേഹമാണ് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുക. അപ്പോൾ അവിടെ അദ്ദേഹത്തിന് ഭക്ഷണം ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാതെ അദ്ദേഹം എൻ്റെ അടുക്കിലേക്ക്, ഞാനായിരുന്ന കമ്പനിയുടെ ആ ബറ്റാലിയൻ്റെ അടുക്കിലേക്ക് കടന്ന് ഭക്ഷണം ടെസ്റ്റ് ചെയ്യാൻ പറയുവാൻ ഇടവന്നു. ടെസ്റ്റ് ഇങ്ങനെ ആള് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ ദൈവാത്മാ പറഞ്ഞു നീ നിന്റെ വിഷയം പറയാൻ പറഞ്ഞു. അതിനുള്ളിൽ ഒരു കാര്യം ഉണ്ടായി. അന്ന് ഇറച്ചിയുള്ള ദിവസമായിരുന്നു. സാധാരണ ഇറച്ചിയുള്ള ദിവസം ഞാൻ ഹാഫ് ബനിയന ഉള്ള ഷർട്ടാണ് ഇടുക, ഫുൾ കൈ ഷർട്ട് ഇടില്ല, കാരണം ഇറച്ചി വെളുമ്പി സഹായിക്കേണ്ടി വരും. കാരണം അന്ന് ഇറച്ചിയുള്ള ദിവസങ്ങളിൽ പല ഒരു പ്രത്യേക കാര്യങ്ങളാണ്. ഇറച്ചി തന്നെ കഴിക്കാത്തവർ അന്നത്തെ ദിവസങ്ങൾ കഴിക്കുന്ന ദിവസമാണ്. അപ്പോൾ അതിൻ്റെ പേര് ഓരോരുത്തർ പേര് നോക്കിയിട്ട് വേണം ഇറച്ചി വളമാനായിട്ട്. അതിൻ്റെ പേരിൽ ഫുൾ കൈ ഷർട്ട് ഇടാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞ കർത്താവ് ഇറച്ചി ഉള്ള ദിവസമാണ്. അപ്പോൾ കർത്താവ് പട്ടാളത്തിന് നിയമം സൺ ഡൗൺ സീവഡാണ്, സൂര്യൻ അസ്തമിക്കുമ്പോൾ ഫുൾ കൈ ഇടണമെന്ന് പട്ടാളത്തിന് നിയമമാണ്. അന്ന് എന്നോട് കറുത്ത ബനിയൻ ഇട്ടിരുന്ന ഞാൻ അത് ഊരി വെച്ച് ഫുൾ കൈ ഷർട്ട് ഇട്ടിട്ടാണ് ഞാൻ കടന്നു വന്നത്. ഇദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, ഇദ്ദേഹം മുമ്പ് ഫുൾ കൈ ഷർട്ട് ഇട്ടിട്ടുണ്ട്, എൻ്റെ ഷൂ ഇട്ടിട്ടുണ്ട് കാലിൻ്റെ അടിയിൽ, അങ്ങനെ ഷൂ ഇടുന്നത് നിർബന്ധമാണ്, സാധാരണ ചപ്പലിടാൻ പാടില്ല എന്നുള്ള നിയമമാണ്. അങ്ങനെയുള്ള സമയത്ത് എന്നോട് പറഞ്ഞു ഭക്ഷണം ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു സാർ എനിക്കിവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. എൻ്റെ കഴിഞ്ഞ യൂണിറ്റ് 8 കുമാവ് റെജിമെന്റ് എന്ന് പറഞ്ഞ യൂണിറ്റ് ആസാമിലായിരുന്നു. അവിടെ ബെസ്റ്റ് അറ്റാച്ച്മെന്റ് പേഴ്സൺ എന്ന് പറഞ്ഞ അവാർഡ് ലഭിച്ചുള്ള വ്യക്തിയാണ് ഞാൻ. സാറേ എനിക്ക് ഇവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ട്, എന്താണ് നിന്റെ വിഷയം ചോദിച്ചു. പറഞ്ഞു സാർ തിങ്കളാഴ്ച സ്പോർട്സ് കമ്പനിയുടെ കമാൻഡിങ് ഓഫീസർ 3 സ്റ്റാറുള്ള ആ സാറ് വന്നിട്ട് ആട്ടിറച്ചിയുടെ എല്ല് ചോദിച്ചു, ഞാൻ കൊടുത്തു. തിങ്കളാഴ്ച കൊടുത്തു. ബുധനാഴ്ച ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സീനിയർ JCയോടെ ലെറ്റർ മേടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ അവർ എൻ്റെ ചാർജ് ഷീറ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ് സാറേ, എനിക്ക് ജീവിക്കുവാൻ സാധ്യമല്ല എന്ന് പറയുവാൻ ഇട വന്നു. അതേ കഴിഞ്ഞിട്ട് നിന്നിട്ട് നെഞ്ചത്ത് തൊട്ട് പറഞ്ഞു ഐ ആം കർണൽ, പേര് ഞാൻ പറയുന്നില്ല, സാബ് നിന്റെ തലമുടിയിൽ ഒരു നാര് പോലും തൊടുകയില്ല. ദൈവത്തിന്റെ വചനം അതാണ് പറയുന്നത്. മത്തായി സുവിശേഷം 10:28-29 വാക്കുകൾ പറയുന്നു, നിന്റെ തലയിൽ മുടി പോലും എണ്ണപ്പെട്ടിരിക്കുന്നു, അതിലൊന്നു പോലും വീഴുകയില്ല. ഓ കാശിനെ ഏറിയ 2 കുരികളിൽ വിൽക്കുന്നില്ലയോ, അവയിലൊന്നു പോലും പിതാവ് സമ്മതിക്കാതെ നിലത്ത് വിടുകയില്ല എന്ന് ദൈവത്തിലെ സുവിശേഷം സംബന്ധമായി വേദനപ്പെടുന്നുവോ, സുവിശേഷം സംബന്ധമായി അതേ ഭാരം അനുഭവിക്കുന്നുവോ, പീഡ അനുഭവിക്കുന്നുവോ, താങ്കളോടാണ് ഇന്നത്തെ മെസ്സേജ്. ഹല്ലേലൂയ. എന്നോട് പറയുന്നത് തലയിൽ ഒരു മുടി പോലും വീഴുകയില്ല, ഐ ആം കർണൽ എന്ന് പറഞ്ഞ ആളുടെ പേര് പറയുവാൻ ഇടവന്നു. അതിനുശേഷം ആൾ പറഞ്ഞു നിനക്ക് പിറ്റു, പട്ടാളത്തിലെ പണിഷ്മെന്റ് ആണ് പിറ്റു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള ഒരു പിന്നെ ബാഗാണ്. ആ ബാഗിനകത്ത് ഇഷ്ടികം മണലൊക്കെ വെച്ചിട്ടാണ് ഞങ്ങള് പണിഷ്മെന്റ് ഉണ്ടാവുക. ആ പിറ്റ് കെട്ടാൻ പറയണം, നീ പിറ്റ് കെട്ടണം. ശരി എന്ന് പറഞ്ഞു. ഞാൻ കമ്പിളിയൊക്കെ വെച്ച് പിറ്റേ ദിവസം പിറ്റ് കെട്ടി ആ ക്യാപ്റ്റൻ സാഹിബിനെ വിളിച്ചിട്ട് ഇംഗ്ലീഷിലെ നീ കൊണ്ടുവിൽ എത്രമാത്രം ചീത്തം തെറിയുണ്ടോ ആ കർണൽ സാഹിബ് വിളിച്ച് പൊരിച്ച് അറ്റൻഷനിൽ നിർപ്പിച്ചു. അദ്ദേഹം കടന്നു വന്നിട്ട് എന്നോട് പറഞ്ഞു പിറ്റ് കെട്ടാൻ പറഞ്ഞു. ഞാൻ പിറ്റ് കെട്ടി. എന്റെ ചാർജ് ഷീറ്റ് കീറി കളഞ്ഞു. ദൈവമേ നിന്നെ സംരക്ഷിക്കാൻ സ്വർഗമുണ്ട്. പട്ടാളം ഇറങ്ങി പോക്കുവരുത്ത് ചെയ്യാതെ സൂക്ഷിക്കുമെന്ന് സക്രിയ പ്രവാചക പുസ്തകത്തിൽ ഉണ്ടെങ്കിൽ പട്ടാളക്കാരന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പട്ടാളക്കാരന്റെ നേതാവായ ഒരു സൈനാധികനായ യഹോവയുണ്ട്. ഹല്ലേലൂയ
ഹല്ലേലൂയ. ദൈവമേ, ക്രിസ്തുവിന്റെ നിന്ദ ചുമക്കുവാൻ തയ്യാറാണോ? ക്രിസ്തുവിന്റെ നിന്ദ വലിയ ധനമെന്ന് എണ്ണിയ ആ മോശയെ സ്വർഗം മാനിച്ചു, ആ പൗലോസിനെ സ്വർഗം മാനിച്ചു. ആ താങ്കളെ മാനിക്കുവാൻ സ്വർഗം മതിയായവനാണ്. ഈ എളിയവനെ മാനിച്ചു കൊണ്ടിരിക്കുന്നു. എവിടെയൊക്കെ നിന്ദാപാത്രമായോ, എവിടെയൊക്കെ പരിഹാസ വിഷയമായോ, അവിടെയൊക്കെ ക്രിസ്തുവിന്റെ സൗകര്യവാസനയാവാൻ കർത്താവ് കരങ്ങളിൽ എടുത്ത് ഉപയോഗിക്കുന്നു. ഇത് എന്റെ കഴിവോ മിടുക്കോ ഒന്നുമല്ല. ദൈവത്തിന്റെ കൃപ, ആ കൃപ നമുക്ക് നൽകിയത് മൺകൂടാരത്തിലാകിയാൽ നന്ദിയുള്ള ഹൃദയത്തോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതെ, ഇവിടെ പറയുകയാണ്, വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ 11:27 എബ്രായ ലേഖനം 11:27 അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോയി. രാജാവിന്റെ കോപത്തെ ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോയി. ആ മിസ്രയീമിന്റെ താൽക്കാല ഭോഗത്തെക്കാൾ ക്രിസ്തുവിന്റെ നിന്ദ വലിയ ധനമെന്നെണ്ണുവാൻ ആര് തയ്യാറാവും? അവരെ കരങ്ങളിലെടുത്ത് കർത്താവ് ഉപയോഗിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഈ ഞാൻ പറഞ്ഞല്ലോ, ഹിന്ദിക്കാരിയായ ആ ആന്റി ഡൈവേഴ്സിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ ഈ എളിയവനോട് പറഞ്ഞു, ചാർലി ഭയ്യ ഹിന്ദിയിൽ ലൈവ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് ഹിന്ദി അറിയില്ല, പട്ടാളക്കാരനല്ലേ, അപ്പം ഹിന്ദി പറയാലോ. ഞാൻ പറഞ്ഞു, എനിക്ക് ഹിന്ദി പ്രസംഗിക്കാൻ അറിയില്ല. അവന് അക്ഷരത്തെറ്റുണ്ടാവും, കാര്യമുണ്ടോ? കുഴപ്പമില്ല ചാർലി ഭയ്യ, പറയാൻ പറഞ്ഞു. ഞാൻ ഹിന്ദിയിൽ പ്രസംഗിക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ കൂടെ ഞാനെല്ലാം പുലർച്ചെ, ഞങ്ങൾക്ക് 2 വർഷമായി ഇപ്പോൾ 4 മണി തൊട്ട് 5 മണി വരെ അന്യഭാഷയിൽ പ്രാർത്ഥനയുണ്ട്. ഇന്നലെ വരെയൊക്കെ 10-17 പേരിൽ ഇപ്പോൾ 2 പേര് ജോലി സംബന്ധമായിട്ട് 2 പേരില്ല, 15-16 പേര് എല്ലാ ദിവസവും അന്യഭാഷയിൽ, മലയാളമോ ഹിന്ദിയോ ഇംഗ്ലീഷോ ഒന്നുമില്ല, അന്യഭാഷയിൽ ഞങ്ങൾ 1 മണിക്കൂർ പ്രാർത്ഥിക്കും, 4 മണി തൊട്ട് 5 മണി വരെ പ്രാർത്ഥിക്കും. ദൈവകൃപയിൽ പറയട്ടെ, എന്നോട് ഞങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കുന്ന ഒരു ആന്റിക്ക് ഞാൻ ഈ എൻ്റെ ഹിന്ദി ലൈവിന്റെ ഇട്ട് കൊടുത്തു. അപ്പോൾ പറഞ്ഞു, ചാർലി പാസ്റ്ററെ വളരെ നന്നായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ആന്റി ഹിന്ദി അറിയില്ലോ, പിന്നെ എങ്ങനെ മനസ്സിലായി? എൻ്റെ ചാർലി പാസ്റ്ററെ മൊത്തം മലയാളമായിരുന്നു, നന്നായി മനസ്സിലായി. ഹല്ലേലൂയ. ഹിന്ദി അറിയാത്ത ഞാൻ കൃപയാൽ പറഞ്ഞ് കൃപയാൽ ഹിന്ദി അല്പസ്വല്പം അത് ഫേസ്ബുക്കിൽ കൊടുക്കുവാനും ദൈവം വഴിയൊരുക്കി. ആഴ്ച 3-4 ഫേസ്ബുക്കിൽ ലൈവ് ഉണ്ടായിരുന്നു. പിന്നെ ഫേസ്ബുക്കിൽ ലൈവ് മാത്രം സമയം കുറേ പോകുന്നതിന് പേര് ഇപ്പോൾ ഫേസ്ബുക്ക് ഉപയോഗിക്കാതെ ഇരിക്കുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, നീ എവിടെ നിന്ദാപാത്രമായോ? ഭാഷയിലാണോ? ഏത് നിന്റെ കഴിവും പ്രാപ്തിയിലാണോ? ഹിന്ദി അറിയാത്തവൻ എൻ്റെ പട്ടാളത്തിൽ 14 പേരുണ്ടായിരുന്നു. 13 പേര് ഹിന്ദി പഠിച്ചിട്ടും ഞാൻ ശരിക്കും ഹിന്ദി പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് 3 മാസം 4 മാസം ഹിന്ദി പഠിച്ചു. ഞാൻ 2.5 കൊല്ലമായിട്ട് ശരിക്കും ഹിന്ദി പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ എളിയവനെ ദൈവവചനം ഹിന്ദിയിൽ പ്രസംഗിപ്പിക്കാൻ ദൈവം യോഗ്യനാക്കിയെങ്കിൽ അത് നമ്മുടെ കഴിവും മിടുക്കൊന്നല്ല, കർത്താവിന്റെ കൃപയാണ്. കാരണം എന്താണെന്നോ? ക്രിസ്തുവിന്റെ നിന്ദ വലിയ ധനമെന്ന് എണ്ണുവാൻ ആഗ്രഹിക്കുന്ന ആരെയും കർത്താവിന്റെ കരങ്ങളിൽ കർത്താവ് പ്രയോജനപ്പെടുത്തും. ഞാൻ വിശ്വസിക്കുന്നു. താങ്കളെയും വിശ്വസിപ്പിക്കാൻ തക്കവണ്ണം എങ്ങനെ സാധിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ താങ്കൾ വിശ്വസിച്ചാൽ താങ്കളെയും അത് ദൈവത്തിന്റെ കരങ്ങളിൽ എടുത്ത് ഉപയോഗിക്കുവാൻ മതിയായവനാണ്. അങ്ങനെ ഹിന്ദിയിൽ ലൈവിൽ ആഴ്ച 3-4 പ്രാവശ്യമൊക്കെ ഹിന്ദി ലൈവ് ചെയ്യുവാൻ ദൈവം വഴിയൊരുക്കി. ഈ പറഞ്ഞു വന്നതിന്റെ സാരം, ഞാൻ വലിയവനാണോ വലിയ കഴിവുള്ളവനൊന്നും ഒന്നുമല്ല. എൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. കൃപയാൽ എന്നെ ദൈവം നടത്തുന്നു. ദേവദാസിനെ തൃശ്ശൂരിന്റെ പ്രദേശത്ത് 2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഞാൻ ജോയ്സ് ടിവിയിലെ ഒരു സാക്ഷ്യം കൊടുത്തിരുന്നു. ആ സാക്ഷ്യം കണ്ടതിന്റെ ഫലമായിട്ട് ദേവദാസൻ ഇവിടേക്ക് ക്ഷണിച്ചു, ഇവിടെ കടന്നു വന്നു. ഈ എക്സോഡസ് മീഡിയയിൽ എളിയവന് സാക്ഷ്യവും വചനവും പറയുവാനിട വന്നു. എന്തെങ്കിലുമൊക്കെ തെറ്റുകളോ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. കാരണം തൃശ്ശൂർ ഭാഷയാണ്. ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ റെസ്പെക്ട് ചെയ്യാതെ ഉള്ള വാക്കുകൾ എന്തെങ്കിലും വന്ന് നിങ്ങൾ മനഃപൂർവ്വം ക്ഷമ ചോദിക്കുന്നു. ഈ എളിയവന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നത്. എനിക്ക് ഒരു ഭാര്യയുണ്ട്, മകനുണ്ട്. മകൻ BCom കഴിഞ്ഞ് MBAക്ക് ചേരുവാനിട വന്നു. ഞങ്ങൾ കോളഞ്ചേരി പ്രദേശത്തായിരിക്കുന്നു. ഞാൻ സ്വന്തം നാട് തൃശ്ശൂരാണ്. ഒരു കത്തോലിക്ക കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. കർത്താവിനെ അറിയുവാൻ സ്വർഗം വഴിയൊരുക്കി. എൻ്റെ വീട്ടുകാരെല്ലാവരും ഇപ്പോഴും കത്തോലിക്ക ഭവനത്തിൽ തന്നെയാണ്. എനിക്ക് മാത്രമേ കർത്താവിനെ അറിയുവാൻ സാധിച്ചുള്ളൂ. 1993 യേശു നിശ്ചിത വയസ്സിച്ച് അന്ന് മുതൽ എൻ്റെ പട്ടാളത്തിലെ കോട്ട, മിലിറ്ററി കോട്ട എന്ന് സാധനം മേടിക്കാൻ ദൈവം വഴി ഒരുക്കിയിട്ടില്ല, മേടിക്കാറില്ല. ആ സാമ്പത്തിക നഷ്ടങ്ങൾ കാര്യങ്ങളൊന്നും കർത്താവിൻ്റെ സന്നിധിയിൽ അത് സുഗ്രാഹ്യമായ വാസനയായി നമ്മെ അത് പരിപാലിക്കാൻ മതിയായവനാണ്. നഷ്ടങ്ങൾ വരട്ടെ, കഷ്ടങ്ങൾ വരട്ടെ, പ്രയാസങ്ങൾ വരട്ടെ, എപ്പോൾ കർത്താവിന് വേണ്ടി നമ്മൾ നിലനിൽക്കുക എന്നുള്ള ആഹ്വാനത്തോടെ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിരിക്കട്ടെ. ഒരു അവസരം നൽകിയ സക്രിയ പാസ്റ്ററിനോടും എക്സോഡസ് മീഡിയയോടും നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ആൾ.
കർത്താവിന്റെ അത്ഭുതമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹീതമായ ദൈവവചന ശുശ്രൂഷയും വാചനവും സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ കർത്താവ് നമുക്ക് ഇടയാക്കിയല്ലോ. ഇത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. മോശയെക്കുറിച്ച് നാം കേട്ടുവല്ലോ, പൗലോസിനെ കുറിച്ച് നാം കേട്ടുവല്ലോ. ഫറവോന്റെ പുത്രിയുടെ മകനെന്ന അസാധാരണമായ പദവി, അതിൻ്റെ പ്രിവിലേജുകളും നന്മകളും ഒക്കെ അനുഭവിപ്പാൻ അവസരമുണ്ടായിട്ടും അതെല്ലാം ക്രിസ്തുവിൻ്റെ നിന്ന നിമിത്തം വേണ്ട എന്ന് വെച്ച മോശ. സ്തോത്രം. ഒരുപക്ഷെ പുതിയ നിയമവിശ്വാസികൾ ചോദിച്ചേക്കാം, മോശ ക്രിസ്തുവിനെ കണ്ടായിരുന്നു? മോശയുടെ കാലത്ത് ക്രിസ്തു ഇല്ലായിരുന്നല്ലോ. അതെ, മോശയുടെ കാലത്തും അതിനു മുൻപേ ഉള്ളവനാണ് ക്രിസ്തു. സ്തോത്രം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം ദൈവമായവനാണ് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ ജഡമായി എടുത്ത് മനുഷ്യനായി പാർത്തത്. ആ യേശു കർത്താവിനെ മറുരൂപമലയിൽ മോശ കണ്ട കാര്യവും മോശ കർത്താവിൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വന്ന കാര്യം നമ്മൾ സവിസ്തരം കേട്ടുവല്ലോ. ആയതുപോലെ തന്നെ പൗലോസ്. സ്തോത്രം. ദൈവമായ കർത്താവ് നമ്മെ അവരെ അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാൻ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗപിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യും. അസാധാരണമായ പ്രവൃത്തികൾ ചെയ്യുന്ന കർത്താവ്, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവ്, രോഗസൗഖ്യവും ആരോഗ്യവും വരുത്തുന്ന കർത്താവ്, പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും മധ്യ നിലനിർത്തുന്നവനായ ദൈവം, ന്യായമല്ലാത്ത ഇഷ്ടാനിഷ്ടങ്ങൾക്ക് ന്യായമായത് പറയുമ്പോൾ അനിഷ്ടം തോന്നി അത് പിന്നത്തേതിൽ പ്രയാസം വരുമാറ് പ്രതിവൃത്തികൾ കടന്നു വരുന്നുവെങ്കിലും അതിനെ മാറ്റി എഴുതുവാൻ മതിയായവൻ, ഹല്ലേലൂയ, സർവസൈന്യാധിപനായവൻ ഞങ്ങൾക്കുള്ളതിനായി സ്തോത്രം. ഒരു പട്ടാളക്കാരന് വേണ്ടി പട്ടാളത്തിലെ ജേസിയോ കടന്നു വന്നുവെങ്കിൽ സ്വർഗപിതാവേ, ഞങ്ങൾക്ക് വേണ്ടി കടന്നു വരുന്ന ദൈവിക സാന്നിധ്യത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും മധ്യേ ഞങ്ങളെ നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം. എക്സോഡസ് മീഡിയ മിനിസ്ട്രിക്കായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ ദാസ ബാബു പാസ്റ്റർക്കായി സ്തോത്രം. നമ്മനെയും കുടുംബത്തെയും പ്രിയപ്പെട്ടെല്ലാം സഹായിച്ചാണ്. ഇന്ന് ഞങ്ങളോടൊപ്പം ദൈവ സുഹൃത്തദാസനായ തന്റെ ദാസി കുഞ്ഞിനെ പൈതലിനായി പ്രാർത്ഥിക്കും. തന്റെ ശുശ്രൂഷാ മണ്ഡലങ്ങളിൽ അനുഗ്രഹിച്ചാണ്. ഇപ്പോൾ ഞങ്ങൾ പിരിയട്ടെ, സാന്നിധ്യം കൂട്ടിക്കണമേ. അടുത്ത് ഞങ്ങൾ കൂടി വരുമ്പോൾ അവിടുത്തെ കൃപയ്ക്കുൾ പൊതിഞ്ഞാട്ട് മഹത്വത്തിനായി ചെയ്യണമേ. വാദനം കേട്ടവരെ ശുശ്രൂഷയും ദാസനെയും ബലപ്പെടുത്തണമേ. ഞങ്ങൾക്ക് ആർക്ക് ശിക്ഷാവിധിക്ക് കാരണമായി തീരരുത്. കർത്താവേ, വല്ല വിധേനയും ഹല്ലേലൂയ ഞങ്ങളുടെ നിത്യതയ്ക്ക് വേണ്ടി ഞങ്ങൾ ഓടുക. അതിനു വേണ്ടി ലോകത്തിൽ ലാഭമെന്ന് കരുതുന്നതെല്ലാം ചപ്പൊന്നും ചവർന്നതിനെ ഛേദമെന്നുണ്ടുവാൻ പിന്നെ ഇടയാക്കണമേ. അതിനായി ദൂത് സംസാരിച്ചതിനായി സ്തോത്രം. മഹത്വത്തിനായി ചെയ്താട്ട് സകലവും പുത്രൻ മുഖാന്തരം അപേക്ഷിക്കുമ്പോൾ ദയവുണ്ടായി കേൾക്കണമേ. സ്വർഗപിതാവേ, നമ്മുടെ കർത്താവിൻ്റെ കൃപ ഇപ്പോഴും നീക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. എല്ലാവർക്കും വന്ദനം. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം നമുക്ക് വീണ്ടും കാണാം. സ്തോത്രം. അന്യോന്യം പ്രാർത്ഥന.